അപ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളിൽ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുവിശേഷങ്ങൾ കണ്ട് ആശയക്കുഴപ്പത്തിലാകരുത്. ഒരൊറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് സ്വർഗസ്ഥ പിതാവ് യോഹന്നാനോടും യാക്കോബിനോടും പത്രോസിനോടും പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാൻ. ഇവന് ചെവി കൊടുത്താൽ നിങ്ങൾക്കത് കേൾക്കാം. യേശു ക്രിസ്തുവിന് ചെവി കൊടുത്താൽ അത് കേൾക്കാം. ഞങ്ങൾക്കുള്ളത് കൃപയുടെ സുവിശേഷമാണ്. ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്കുള്ളതാണ്. അപ്പോൾ തന്നെ ചിലർ പറയുന്നു ക്രിസ്തുവിന്റെ സുവിശേഷം, അതാണ് ഞങ്ങൾക്കുള്ളത്. ഇങ്ങനെ ഓരോ രീതിയിലും സുവിശേഷം ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ആര്? മനുഷ്യരുടെ തന്ത്രങ്ങൾ. അതാരുടെ തന്ത്രങ്ങളാ? പിശാചിന്റെ തന്ത്രങ്ങളാ. 12 ശിഷ്യന്മാരോട് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ക്രിസ്തു പറഞ്ഞെങ്കിൽ അതേ ദൈവരാജ്യം തന്നെയാണ് ജാതികളോട് പൗലോസ് അറിയിച്ചത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്ത് വായിക്കും. ഇങ്ങനെ പറയുന്നത്, പൗലോസ് എഫേസസിലെ എൽഡേഴ്സിനോട്, ജാതീയ സഭയോട് വിളിച്ചു പറയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. പിന്നെ ഞാനത് എങ്ങനെയാ പ്രാപിച്ചേ? എങ്ങനെയാ നിങ്ങളോട് അറിയിച്ചേ? 12 ശിഷ്യന്മാരോട് യേശു നേരിട്ട് പറഞ്ഞെങ്കിൽ എന്നോട് അപ്പ പറഞ്ഞില്ല. തുടർന്ന് ഇതേ യേശു തന്റെ വെളിപ്പാടിനാൽ എനിക്ക് പ്രത്യക്ഷനായി. ഞാനിത് മനുഷ്യരോട് പ്രാപിച്ചില്ല, യേശുവിന്റെ വെളിപ്പാടിനാലാണ് ഞാനിത് പ്രാപിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതേ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു ജാതികളെ. പിശാചിന്റെ കീഴിലുള്ള ഈ സിസ്റ്റത്തെ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവം നമുക്ക് സാധ്യമാക്കി തരും, തുടക്കം മുതൽ അവസാനം വരെ. അതിന്റെ പേരാണ് കൃപ. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് മൊത്തത്തിലൊരു പേരിട്ടിരിക്കുന്നത് കൃപയുടെ സുവിശേഷം. മനുഷ്യരാൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നു. ഇത് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഈ വ്യക്തികൾ വന്ന് നിങ്ങളെ ചതിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, കൃപയുടെ സുവിശേഷം ഒന്ന് വേറെ, രക്ഷയുടെ സുവിശേഷം ഒന്ന് വേറെ, രാജ്യത്തിന്റെ സുവിശേഷം ഒന്ന് വേറെ, യേശുവിന്റെ സുവിശേഷം ഒന്ന് വേറെ, ദൈവത്തിന്റെ സുവിശേഷം ഒന്ന് വേറെ. ഓ, സുവിശേഷം കൊണ്ട് പൊറുതി പൊട്ടി. ഇതാ യേശു പറയുന്നേ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായിത്തീരുക, ഒരു കുടുംബമാകുക. ഇതാണ് സുവിശേഷത്തിന്റെ ഗോള്, ലക്ഷ്യം, റിസൾട്ട്, ഫലം. ഈ ഫലം നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിലുണ്ടോ? അത് സത്യസുവിശേഷമാണ്. ഇന്ന് ഏതെങ്കിലും ക്രിസ്തീയ സഭകൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് കിട്ടേണ്ട ഈ അവകാശത്തെക്കുറിച്ച് മിണ്ടുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ ചതിക്കുകയാണ്. മനസ്സിലാക്കിയ ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്നു, നാം ഇതാ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അപ്പന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമാണ്. കാരണം നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി തീരുകയാണ് പുതിയ സൃഷ്ടിയിൽ. ഇത് മിണ്ടത്തില്ല. ഈ സഹോദരനായി തീർന്നത് മിണ്ടത്തില്ല. ശ്രദ്ധിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. കിന്നരത്ത് തടാകം, ഗനസരത്ത് തടാകം, തിബരിയാസ് തടാകം, തിബരിയാസ് കടൽ എന്നൊക്കെയാണ് പറയുന്നത്, ഗലീല കടൽ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓരോ സ്ഥലത്തും ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്ര തടാകങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മളിവിടെ കേട്ടിരിക്കുന്ന കൃപയുടെ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം, രാജ്യത്തെ സുവിശേഷം. സുവിശേഷങ്ങളുടെ ബഹളമാണ്. മൊത്തം കൺഫ്യൂഷൻ അല്ലേ? അവിടെ എത്തണവരെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഇത്രയും തടാകങ്ങൾ അവിടെ ഉണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഇത്രയും തടാകങ്ങളൊന്നും അവിടെ ഇല്ല. ഒരൊറ്റ തടാകമേ ഉള്ളൂ. ഒരൊറ്റ തടാകമേ അവിടെ ഉള്ളൂ. അതിനാണ് ഈ എല്ലാ പേരും. ആ ഒരൊറ്റ തടാകത്തിനാണ് ഈ പേരുകളെല്ലാം. ഓരോ കരയുടെ അടുക്ക ചെല്ലുമ്പോൾ ആ കരക്കാര് അതിന്റെ പേരിടും. ആരും നിങ്ങളെ ചതിക്കരുത്. രക്ഷയുടെ സുവിശേഷം വേറെ, ദൈവരാജ്യ സുവിശേഷം വേറെ. രക്ഷയുടെ സുവിശേഷം അത് ജാതികൾക്കുള്ളതാണ്, ദൈവരാജ്യ സുവിശേഷം അത് യഹൂദന്മാർക്കുള്ളതാണ്. അതിന്റെ പൊന്നുവാക്കളെ ചതിക്കപ്പെടല്ലേ, പിശാചിന്റെ കളകളുടെ തന്ത്രത്തിൽ വീണുപോകല്ലേ. ഇതാ ഇനി അടുത്തത് ഗോസ്പൽ ഓഫ് ഗ്രേസ്. ഇതാണ് വേറത്തിന്റെ ഒരു വാട്ടിയുടെ ടൂൾ. ഒന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങ് കയറിപ്പോക്കോളും. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുക നമ്മുടെ ആളുകൾ. ഫ്രീ അവിടെ ഉണ്ടോ അവിടെ ചാടി വീഴും. ഗോസ്പൽ ഓഫ് ഗ്രേസും കൊണ്ട് നടക്കുക. ഈ ഗോസ്പൽ ഓഫ് ഗ്രേസിന്റെ പേരാണ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ആൻഡ് ഹോൾ ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ് മനുഷ്യൻ അസാധ്യമാണ്. മനുഷ്യൻ അസാധ്യമായിട്ട് ദൈവം സാധ്യമാക്കി തരുന്നതിന്റെ പേരാണ് കൃപ, ഗ്രേസ്. അല്ല, അർഹിക്കാത്ത ദാനമല്ല. മനസ്സിലായോ? അർഹിക്കുന്നവനെ ദൈവം കൊടുക്കുന്നുള്ളൂ. സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് അയച്ച് യേശു ക്രിസ്തു ഭൂമിയിൽ പ്രസംഗിച്ച. പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവിനെന്ന് പറഞ്ഞ് ആ യേശു പ്രസംഗിച്ച ആ സുവിശേഷമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അത് മാത്രമേ ഉള്ളൂ സുവിശേഷം. ബാക്കി എല്ലാ നല്ല വിശേഷങ്ങളും സുവിശേഷങ്ങളും അതിൻ്റെ ഉള്ളിലുള്ളതാണ്.
മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പല പേരുകൾ അറിയപ്പെടുന്നേ ഉള്ളൂ. ആരും ഏതു വിധേനയും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ചതിക്കരുത്. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഭൂമിയിലെ പുൽക്കൊടിക്ക് തുല്യമായി ജീവിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയുക പ്രിയമക്കളെ, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾ പുൽക്കൊടിക്ക് തുല്യരല്ല. നിങ്ങളുടെ പഴയവൻ്റെ ബോഡി താഴെ വീണാലും നിങ്ങൾ നിത്യം ജീവിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശു നമ്മളെ തുപ്പിക്കളയരുത്. പക്ഷെ പലരെ യേശു തുപ്പിക്കളയും. കാരണം ആ സ്വർഗീയ സ്റ്റാൻഡേർഡിൽ അല്ലാത്തത് കൊണ്ട് യേശു ഇങ്ങനെയാണ് പറയുന്നത്: നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ, ഞാനൊന്നുകൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയട്ടെ, രക്ഷിക്കപ്പെട്ട നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന മനുഷ്യൻ്റെ ആ ആലോചനയൊന്നും അവിടെ നിൽക്കുകയില്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എല്ലാ ദൈവദാസന്മാരെയും ഞാൻ എൻകറേജ് ചെയ്യുകയാണ്, അല്ല ഒരു പടിയും കൂടി കടന്ന് ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ സന്ദേശത്തിൽ എപ്പോഴും ഉണ്ടാകണം, പ്രസംഗത്തിൻ്റെ ഇടയിൽ നിങ്ങൾ 1-2 പ്രാവശ്യം പറയണം, ഞാൻ ഈ പറഞ്ഞത് വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ ചൂണ്ടിക്കാണിക്കണം എന്ന് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ സ്പൈൻ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. കാരണം നമ്മൾ തെറ്റിപ്പോയാൽ നമുക്കൊരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. കണ്ടു നിൽക്കുന്നവർ അത് പറഞ്ഞു തന്നാൽ നമുക്ക് വിശുദ്ധ ബൈബിൾ നോക്കി അത് അങ്ങനെയോ എന്ന് പരിശോധിച്ച് അങ്ങനെ തന്നെയെങ്കിൽ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൊരു എമർജൻസി സന്ദേശമാണ്. നമ്മുടെ റെഗുലർ സന്ദേശത്തിൻ്റെ ഇടയിലാണ് ഈ എമർജൻസികൾ കയറി വരുന്നത്. കാരണം അപ്പോഴപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അറിയിക്കുന്ന ഒരു ടവറാണ് ടവറായിട്ടാണ് സ്വർഗത്തിൽ തന്നെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഭൂമിയിലെ ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളിൽ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുവിശേഷങ്ങൾ കണ്ട് ആശയക്കുഴപ്പത്തിലാകരുത്. ഒരൊറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പ്രസംഗിച്ചത്. മനസ്സിലായോ? സുവിശേഷങ്ങൾ കണ്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. ഇന്ന് പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ബൈബിളിലെ സുവിശേഷത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ പേരുകളും പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് മറ്റവർക്കുള്ളതാണ്, ഇത് ഇന്ന ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത, ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുരുടന്മാരായവർക്ക് അവർക്കിത് വിളമ്പി അവരെ ആകെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, സുവിശേഷം ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് സ്വർഗസ്ഥ പിതാവ് യോഹന്നാനോടും യാക്കോബിനോടും പത്രോസിനോടും പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാൻ. ഇവന് ചെവി കൊടുത്താൽ നിങ്ങൾക്കത് കേൾക്കാം. യേശു ക്രിസ്തുവിന് ചെവി കൊടുത്താൽ അത് കേൾക്കാം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. 2 വചനം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ദൈവമക്കളും ഈ 2 വചനം ഒന്ന് ശ്രദ്ധിച്ചോളുക. 1 2 Corinthians 2:11 വായിച്ചാട്ടെ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. രക്ഷിക്കപ്പെട്ടവരെ സാത്താൻ തോൽപ്പിക്കരുത്. വായിച്ച്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനൊരു ഡിനോമിനേഷനോ സംഘടനക്കാരനൊന്നുമല്ല. പകരം ഹെവൻലി ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിലെ ഓഫീസറാണ്. ദൈവത്തിൻ്റെ വചന ആ ഓഫീസർക്ക് പേരിട്ടിരിക്കുന്നു
ഹെവൻസ് അംബാസിഡർ ഓൺ എർത്ത്. ഒറ്റ താല്പര്യമേ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ്റെ ഇഷ്ടം എന്താണോ അത് ദൈവം മക്കളെ അറിയിക്കുക, അവർക്കത് നടപ്പിലാക്കി കൊടുക്കുക. വേറെ ഒരു രീതിയിലും നിങ്ങൾ ആരെന്നെ കാണരുത്. എപ്പോഴും മനസ്സിലാക്കുക, നമുക്കിവിടെ നിൽക്കുന്നൊന്നുമില്ല, നമ്മൾ അല്പസമയം ഇവിടെ ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ശത്രുവിൻ്റെ ടെറിട്ടറിയിലാണ് നമ്മുടെ ഡ്യൂട്ടി. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം. പിശാച് ഇട്ടിരിക്കുന്ന ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് അവൻ്റെ കീഴിലുള്ള ലോകം എങ്ങനെയെങ്കിലും അടിച്ചു വാരി തിന്നണമെന്നുള്ള ചിന്തയാണ്. അതാണ് ഒന്നാമത്തെ തന്ത്രം. പിശാചിൻ്റെ കീഴിലുള്ള ഈ ലോകം എങ്ങനെയെങ്കിലും അടിച്ചു വാരി തിന്നുക, അതിനു വേണ്ടിയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെ നമ്മുടെ നല്ലൊരു സമയം പോയി കിട്ടി. ഹല്ലേലൂയ. നല്ലൊരു സമയം പോയി കിട്ടിയിരിക്കുക. നമ്മുടെ സമയം ഇന്ന് പിശാചി പിടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് റിഡീമിങ് ദ ടൈം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ. നിന്റെ സമയത്തെ ഉദ്ധരിച്ചെടുക്കുക, തിരിച്ചെടുക്കുക. കാരണം ഇത് പിശാചി വാഴുന്ന സമയമാണ്. റിഡീമിങ് ദ ടൈം, ഉദ്ധരിച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? സമയം മുഴുവൻ തന്നത് ആരാ മക്കളെ? ദൈവമല്ലേ? ദൈവം തന്ന സമയം കൊണ്ട് ലോകത്തിന് പണയം വെച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന അതിൻ്റെ പേര് ശമ്പളമൊന്നും പ്രതിഫലവും എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് പുട്ടും ബിരിയാണി അടിച്ച് വയറ് നിറച്ച ഒരു പ്രയോജനവും ഇല്ലാതെ ഈ ലോകത്ത് തീരുന്നവനല്ലേ നമ്മൾ, അല്ലേ? ഇങ്ങനെയുള്ളപ്പോൾ കാരണവന്മാർ പിള്ളേരോട് പറയും, എടാ സ്വർണം പണയം വെച്ച് എടുത്തോണ്ട് വാടി എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയാണ് റിഡീമിങ് ദ ടൈം, തിരിച്ചെടുക്ക. ഞാനാ നിനക്ക് സമയം തന്നത്, അത് ലോകം നേടാനല്ല, ജീവൻ നേടാനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോക സിസ്റ്റത്തിന് പണയം വെച്ച സമയം തിരിച്ചെടുക്കുക എല്ലാ മക്കളും കേട്ടോ. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തു തൻ്റെ 30 വയസ്സ് വരെ ആ ശാപത്തിൻ്റെ കീഴിലേക്ക് കടന്നു വന്ന് താൻ ഇവിടെ ഭൂമിയിൽ ജീവിച്ചു. ഒരു മരപ്പണിക്കാരനായി നമ്മളെപ്പോലെയൊക്കെ തന്നെ ഓരോ പ്രൊഫഷണൽ ജീവിച്ചു. പക്ഷേ തൻ്റെ 30-ാമത്തെ വയസ്സിൽ താൻ ഫ്രീ ആയി. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? തൻ്റെ പിതാവിന് വേണ്ടി. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബി റെഡി. നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു സമയം സംസാരിക്കാം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരാകരുത്. അവൻ തന്ത്രത്തിലൂടെയാണ് നമ്മളെ നേടുന്നത്. എങ്ങനെയാണ് അവൻ തന്ത്രം അവതരിപ്പിക്കുന്നത്? ഒന്ന്, ഇപ്പോൾ നമ്മൾ അവൻ്റെ തന്ത്രത്തിൽ കിടക്കുകയാണ്. നമ്മുടെ സമയം വിറ്റാണ് നാം ജീവിക്കുന്നത്. ദൈവം തന്ന സമയം ലോക സിസ്റ്റത്തിന് പണയം വെച്ച് ജീവിക്കുക. ഇനി എഫേസ്യ ലേഖനം 4:14-15 പറയുന്നൊരു കാര്യം, അവൻ്റെ തന്ത്രം അവൻ ആവിഷ്കരിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. അതായത് അവൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ പേരാണ് ബൈബിൾ ഇട്ടിരിക്കുന്നത് കളകൾ. നല്ലൊരു പങ്കും കളകളാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് കളകളെ കുറിച്ചറിയാം. വായിച്ചട്ടെ, എഫേസ്യ ലേഖനം 4:14-15. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശ്രദ്ധിച്ചേ, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുതെന്ന് പറയുമ്പോൾ ഇവിടെ പറയാണ് തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ. അതെങ്ങനെയാണ് വരുന്നത്? ഉപദേശത്തിൻ്റെ ഓരോ കാറ്റുകൊണ്ട് അലഞ്ഞ് ഉലയും. മനസ്സിലായോ? അലഞ്ഞുലയും. കഴിഞ്ഞ നാളുകളിൽ പിശാച് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം മറച്ചുകൊണ്ട് ഈവൻ ബൈബിൾ കോളേജിൻ്റെ സിലബസിൽ പോലും അതിനെ ഉൾപ്പെടുത്താതെ, സെമിനാറുകളിലെ സിലബസിൽ പോലും, ദൈവദാസന്മാർ ഒരുക്കുന്ന മണ്ഡലത്തിൽ പോലും അതിനെ ഉൾപ്പെടുത്താതെ അതിനെ മറച്ചു. യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതെ അതിനെ മറച്ചു. പക്ഷേ മത്തായി 24:14 പ്രകാരം രാജത്വത്തിൻ്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രസംഗിക്കപ്പെടും എന്ന പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സാധനം വെളിപ്പെടുകയാണ്.
അപ്പോൾ വെളിപ്പെടുമ്പോൾ പിശാച് തൻ്റെ കളകളിലൂടെ അടുത്ത തന്ത്രം ഒരുക്കി. എന്നാന്നറിയാമോ? ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾക്കുള്ളത് കൃപയുടെ സുവിശേഷമാണ്. ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്കുള്ളതാണ്. അപ്പോൾ തന്നെ ചിലർ പറയുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതാണ് ഞങ്ങൾക്കുള്ളത്. ഇങ്ങനെ ഓരോ രീതിയിലും സുവിശേഷം ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ആര്? മനുഷ്യരുടെ തന്ത്രങ്ങൾ. അതാരുടെ തന്ത്രങ്ങളാ? പിശാചിൻ്റെ തന്ത്രങ്ങളാ. അങ്ങനെ പല പല സുവിശേഷങ്ങൾ വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ സുവിശേഷമെന്നും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമെന്നും കൃപയുടെ സുവിശേഷമെന്നും നിത്യ സുവിശേഷമെന്നും ഇങ്ങനെ പല പല പേരുകളിൽ സുവിശേഷം അറിയപ്പെടുന്നുണ്ട്. എന്നാൽ സുവിശേഷം ഏത് പേരിൽ അറിയപ്പെട്ടാലും ഒന്നേ ഉള്ളൂ, അതാണ് ദൈവപുത്രനായ ക്രിസ്തു ഇവിടെ വന്ന് പ്രസംഗിച്ച് പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം. ആ സന്ദേശമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ആ സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പൻ എന്ന് പറഞ്ഞത്. ഇതേ സന്ദേശമാണ് ഇപ്പൊ വേറൊരു അടുത്തൊരു കളി വന്നിരിക്കുകയാണ്. പത്രോസിനാണ് യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷ, അത് വേറൊരു സുവിശേഷം. പൗലോസിനാണ് ജാതികളുടെ ഇടയിലെ ശുശ്രൂഷ, അത് വേറൊരു സുവിശേഷം. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് നടക്കരുത്. പ്രിയ സഹോദരങ്ങളെ, 12 ശിഷ്യന്മാരോട് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ക്രിസ്തു പറഞ്ഞെങ്കിൽ അതേ ദൈവരാജ്യം തന്നെയാണ് ജാതികളോട് പൗലോസ് അറിയിച്ചത്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ എടുത്ത് വായിക്കും. ഇങ്ങനെ പറയുന്നത് പൗലോസ് എഫേസസിലെ എൽഡേഴ്സിനോട്, ജാതീയ സഭയോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിനി കാണത്തില്ല. പിന്നെ ഞാനത് എങ്ങനെയാ പ്രാപിച്ചേ? എങ്ങനെയാ നിങ്ങളോട് അറിയിച്ചേ? 12 ശിഷ്യന്മാരോട് യേശു നേരിട്ട് പറഞ്ഞെങ്കിൽ എന്നോട് അപ്പ പറഞ്ഞില്ല. തുടർന്ന് ഇതേ യേശു തൻ്റെ വെളിപ്പാടിനാൽ എനിക്ക് പ്രത്യക്ഷനായി. ഞാനിത് മനുഷ്യരോട് പ്രാപിച്ചില്ല, യേശുവിൻ്റെ വെളിപ്പാടിനാലാണ് ഞാനിത് പ്രാപിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതേ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നു ജാതികളെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തിരിച്ചറിയുക, പത്രോസിനും കൂട്ടർക്കും യഹൂദന്മാരുടെ ഇടയിലേക്കുള്ള സുവിശേഷം, എന്നാൽ അതേ സുവിശേഷം തന്നെ, സുവിശേഷത്തിന് യാതൊരു മാറ്റവും, അതിന് യാതൊരു ബന്ധനവും. അതേ സുവിശേഷം തന്നെ പൗലോസിലൂടെ ജാതികളിലേക്കും വരികയാണ്. രണ്ടും സുവിശേഷം ഒന്നേ ഉള്ളൂ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഒരു മാറ്റവും. ആ സുവിശേഷത്തിൻ്റെ ഉള്ളിൽ പല പല നല്ല വിശേഷങ്ങളുണ്ട്. ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ഉള്ളിൽ പല പല നല്ല വിശേഷങ്ങളുണ്ട്. അതിൽ തുടക്കമാണ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത്. അത് നമ്മുടെ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ ദൈവരാജ്യം അവകാശമാക്കുന്നത് വരെ പിശാചിന്റെ കീഴിലുള്ള ഈ സിസ്റ്റത്തെ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവം നമുക്ക് സാധ്യമാക്കി തരും. തുടക്കം മുതൽ അവസാനം വരെ. അതിൻ്റെ പേരാണ് കൃപ. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് മൊത്തത്തിലൊരു പേരിട്ടിരിക്കുന്നത് കൃപയുടെ സുവിശേഷം. മനുഷ്യരാൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നു. ഇത് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഈ വ്യക്തികൾ വന്ന് നിങ്ങളെ ചതിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കൃപയുടെ സുവിശേഷം ഒന്ന് വേറെ, രക്ഷയുടെ സുവിശേഷം ഒന്ന് വേറെ, രാജ്യത്തിൻ്റെ സുവിശേഷം ഒന്ന് വേറെ, യേശുവിൻ്റെ സുവിശേഷം ഒന്ന് വേറെ, ദൈവത്തിൻ്റെ സുവിശേഷം ഒന്ന് വേറെ. ഓ, സുവിശേഷം കൊണ്ട് പൊറുതിമുട്ടി. ഇന്നത്തെ ജനങ്ങൾ സുവിശേഷം കൊണ്ട് പൊറുതിമുട്ടിരിക്കുക. ഒരു കൂട്ടർ, നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നാ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞേ, സുവിശേഷം വിലയായിട്ട് എടുത്തവരെ കുറിച്ചാണ് പറയണേ. അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തോ സംഭവം. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു വ്യക്തതയാണ് പ്രിയ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. നിങ്ങളിതിൽ കൺഫ്യൂഷൻ ആകരുത്. സുവിശേഷം ഒന്നേ ഉള്ളൂ.
കർത്താവ് പറഞ്ഞു ഫലം നോക്ക് വൃക്ഷത്തെ തിരിച്ചറിയുക. എന്താ സുവിശേഷത്തിൻ്റെ ഫലം? കൈകൊട്ടിയിരിക്കുന്ന പാട്ട് പാടുന്നതാണോ? സുവിശേഷത്തിൻ്റെ ഫലം എന്നാണെന്നറിയാമോ? അവസാനം നിങ്ങൾ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായിത്തീരും, ഒരു കുടുംബമായി തീരും. ഇതാണ് സുവിശേഷത്തിൻ്റെ ഫലം. ഈ ഫലം ഇല്ലാത്തതൊക്കെ ഫേക്കാ, അർദ്ധ സുവിശേഷങ്ങൾ ആയിട്ട് വന്നിട്ട് ലക്ഷ്യത്തിലെത്തിക്കത്തില്ല, ഫേക്കായിത്തീരും. അപ്പോൾ എപ്പോഴും ദൈവമക്കൾ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. നിങ്ങളോട് കള്ള സുവിശേഷം അറിയിക്കുന്നവരും വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് തന്നെയായിരിക്കും അറിയിക്കുന്നത്. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളെടുക്കൽ വരും, അകമേ അങ്ങനെയല്ല, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ആ ലക്ഷ്യം മനസ്സിലാക്കുക, ലക്ഷ്യം മനസ്സിലാക്കുക. ശ്രദ്ധിച്ച്, ലക്ഷ്യം ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഡൊമോയിലൂടെ ലക്ഷ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബി അലർട്ട്. ഒരു ഡൊമോയിലൂടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. കുരിച്ചൻ പാസ്റ്റർ വന്നേ, മുമ്പോട്ട് വന്നേ. സുവിശേഷത്തിൻ്റെ ഫലമാണ്. കർത്താവ് പറഞ്ഞു ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. പലതും എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ട്. യേശു, ദൈവരാജ്യം, പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് അത് സുവിശേഷമാകണമെന്നില്ല. ഫലമുണ്ടോ എന്ന് നോക്കുക, ലക്ഷ്യം. യേശു പറഞ്ഞു, ശ്രദ്ധിച്ചേ, ഇതാ യേശു ക്രിസ്തു പിതാവും. യേശു ക്രിസ്തു പറയുകയാണ്, ഇതാണ് ജനം കേട്ടോ, നമ്മൾ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ. അപ്പം ഞാനും പിതാവും എങ്ങനെയാ? ഒന്നാ. എങ്ങനെയാണെന്നറിയാമോ? തൻ്റെ ആത്മാവിനാൽ. ശ്രദ്ധിക്കുക, ആ റിസൾട്ട് നിങ്ങളെപ്പോഴും ഇതാ ഒരു ഗ്രീൻ വയറോട് വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ഇത് പിടിച്ചോ, വേണ്ട ഇപ്പോൾ പിടിക്കണ്ട. ഇത് ജീവനെ കാണിക്കുക. സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എവിടെയും പറയുന്നുണ്ട് താൻ മാത്രം അമർത്യതയുള്ളവൻ. യേശുക്രിസ്തു പറയുന്നുണ്ട് എൻ്റെ ജീവനുള്ള പിതാവ്. പത്രോസ് പറയുന്നുണ്ട് യേശു ആരാന്നറിയാമോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ എല്ലാം ജീവൻ. ക്യാപ്ഷൻ ജീവനാണ്. നമ്മൾ മോദിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും മന്ത്രി എന്നല്ല പറയുന്നത്, പ്രധാന മന്ത്രി. സ്വർഗീയ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവും പത്രോസും ബൈബിളിലുടനീളവും പറയുന്നത് ജീവനുള്ള പിതാവ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ജീവനാണ് ഈ കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിലാണ് ജീവൻ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ഒരറ്റം പിടിച്ചേ, ഈ ഒരറ്റം പിടിച്ചിട്ട് യേശുക്രിസ്തു പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ എൻ്റെ പിതാവിൻ നിമിത്തം ജീവിക്കുന്നത് പോലെ. ഇത് പിതാവ്, ഇതിലൊരു ഭാഗം അങ്ങോട്ട് കൊടുക്കണം. എൻ്റെ പിതാവിൻ നിമിത്തം ജീവിക്കുന്നത് പോലെ. അപ്പോൾ ജീവൻ ആർക്ക് കിട്ടി? ജീവനുള്ള എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ട്, യേശു പറയുകയാണ് യോഹന്നാൻ 6:51, ഞാൻ 57, ഞാൻ പിതാവിൻ നിമിത്തം ജീവിക്കുന്നത് പോലെ. എങ്ങനെയാ ജീവിക്കുന്നത്? പിതാവിൻ നിമിത്തം ജീവിക്കുന്നത് പോലെ. വായിച്ചേ. ജീവനുള്ള പിതാവ്. എങ്ങനെയുള്ള പിതാവ്? ഇതെന്താ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ? സുവിശേഷത്തിന്റെ ഫലം. സുവിശേഷത്തിന്റെ ഫലമാണ്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. അപ്പോൾ യേശു പിതാവ് മൂലം ജീവിക്കുക. മനസ്സിലായോ? എങ്ങനെയാണ്? തൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതേ ആത്മാവ് ആരുടെ മേലുണ്ട്? പുത്രന്റെ മേല് ഉണ്ട്. ഇത് കൊടുത്തിരിക്കുന്ന ഒരു വരമാണ്. ഇതുകൊണ്ടാണ് അതിൻ്റെ 5:26 അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 5:26 ഞാൻ ചിന്തിക്കുന്നു. വായിച്ചേ യോഹന്നാൻ 5:26. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ. വായിച്ചേ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടി തിരിച്ചു കൊടുത്ത് ഇങ്ങോട്ട്. ഇനി തിരിച്ചു കൊടുക്കുക. ആ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. പിതാവിന് വായിച്ചോളൂ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പിതാവ് പുത്രന് തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ വായിച്ചത് ദൈവവചനം. അങ്ങനെ ദൈവം സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനും ഇതേ ജീവൻ കൊടുത്തിരിക്കുക. പിടുത്തം കിട്ടിയ? ഇനി ഇതാണ് യേശുക്രിസ്തു യോഹന്നാൻ 10:9 പറയുന്ന ഞാനും പിതാവും ഒന്നാണ്. പക്ഷെ ആരൊന്നല്ല? മനുഷ്യർ ദൈവവുമായി ഒന്നല്ല. പിടുത്തം കിട്ടിയ? ഇവർ മരണത്തിന് കീഴില, പിശാചിൻ്റെ കീഴില, തടവ് പുള്ളികളാണ്.
അപ്പോൾ ഇവർക്ക് ജീവൻ കൊടുക്കുവാൻ സ്വർഗസ്ഥ പിതാവ് ആരെ ഭൂമിയിലേക്ക് അയക്കാന്ന് പറയാമോ? പുത്രനായ ക്രിസ്തുവിനെ യേശു എന്ന പേരിൽ ജഡരൂപത്തിൽ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ പുത്രന്റെ പേരാണ് വചനം. അങ്ങനെ വചനം മാംസമായി ഭൂമിയിലേക്ക് വരുന്നു. പിടുത്തം കിട്ടിയ വന്നതിൻ്റെ ഉദ്ദേശം യേശു പറയാണ്, ഞാൻ വന്നത് എന്നെ അയച്ചിട്ടാണ്. ഒന്ന്, എന്നെ അയച്ചിട്ടാണ്. രണ്ട്, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ജീവൻ തരാനും ആ ജീവൻ സമൃദ്ധിയായി തരുവാനുമാണ്. ജീവൻ ആരുടെ കയ്യിലുണ്ട്? പുത്രനായ ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. ആര് കൊടുത്തു? പിതാവ് കൊടുത്തു. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. ക്ലിയർ ആണോ? ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങനെ ഈ പുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് ഈ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഇതാണ് യോഹന്നാന്റെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ കിടക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യമോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സാക്ഷ്യം അവിടെ വിളിച്ചു പറയുകയാണ്. പിതാവ് പറയാണ്, ദൈവത്തിന് ഒരു സാക്ഷ്യം പറയാനുണ്ട്. ആ സാക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ, മരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ഞാൻ നിങ്ങൾക്ക് ജീവൻ തന്നു. ആ ജീവൻ എൻ്റെ പുത്രനായ ക്രിസ്തുവിലുണ്ട്. ഈ ക്രിസ്തുവെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ്റെ ഉള്ളിൽ ആ ജീവനുണ്ട്. ക്രിസ്തുവെ നീ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഉള്ളിൽ ആ ജീവനില്ല. ഇതാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. എടുത്തിങ്ങൊന്ന് വായിച്ചോ ഭാഗം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. ഇതാ ഒരു സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു. എങ്ങനെ? ചെക്കിൽ കൊടുക്കുന്നു. സാലറി തന്നിട്ടുണ്ട്. എവിടെയുണ്ട്? ചെക്കിലുണ്ട്. ഇതേപോലെ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു. എങ്ങനെയാണ്? ചെക്കിലല്ല, തൻ്റെ പുത്രനിൽ. മനസ്സിലാകുന്നുണ്ടോ? നീ പുത്രനെ തിന്നാൽ, അത് സ്വീകരിച്ചാൽ നിനക്ക് ആ ജീവൻ ഉണ്ട്. താഴേക്ക്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. മനസ്സിലായോ? പുത്രനുണ്ടോ ജീവനുണ്ട്, പുത്രനില്ലെങ്കിൽ ജീവനില്ല. ഇനി ഈ വ്യക്തിയെ പറഞ്ഞു ഭൂമിയിലേക്ക് വിട്ടെ. ഇതാണ് പുത്രൻ ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി വന്നേക്കണേ? ഈ ജീവൻ ആർക്ക് കൊടുക്കാൻ? മനുഷ്യർക്ക് കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പുത്രനെ വിശ്വസിക്കുന്നവന് പുത്രൻ വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്കൊരപ്പനുണ്ട്, ആ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൻ നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ പരമാധികാരമുള്ള കുടുംബം, ആ രാഷ്ട്രം സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്ന നിനക്ക് ജീവനില്ല, ആ ജീവൻ തരുവാനായിട്ട് അപ്പൻ എന്നെ അയച്ചിരിക്കുകയാണ്. നിന്നെ സ്വതന്ത്രനാക്കുക, പിശാചിന്റെ കീഴിൽ നിന്ന് സ്വതന്ത്രനാക്കുക, ജീവൻ തരിക. അങ്ങനെ യേശുവിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവർക്ക് എന്തായി? ജീവനായി. സ്വീകരിച്ചവനെ സ്വീകരിച്ചു. നോക്കിയേ, പിതാവും പുത്രനും ക്രിസ്തുവും പുത്രനിൽ പുത്രന്മാരും മൂന്നും കൂടി ഒന്നായില്ലേ? മനസ്സിലായോ? ഇതാ യേശു പറയുന്നേ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായിത്തീരുക, ഒരു കുടുംബമാകുക. ഇതാണ് സുവിശേഷത്തിൻ്റെ ഗോള്, ലക്ഷ്യം, റിസൾട്ട്, ഫലം. ഈ ഫലം നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിലുണ്ടോ? അത് സത്യസുവിശേഷമാണ്. ഇതില്ലയോ? അത് കളിപ്പീര. അങ്ങനെ കളിപ്പീര് സുവിശേഷത്തെ എല്ലാം മത്തായി 7, 21, 22, 23 ജഡ്ജ്മെന്റിൽ പുറത്താക്കും. ആര്? സാക്ഷാൽ യേശു. ഇതാണ് യേശു. അവർ വന്നിട്ട് പറയും, ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു. ഒരു കൂട്ടർ പറയും സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. യേശു പറയും, എന്നെ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല. ഇനി കൊണ്ട് നോക്കിക്കോ, നിങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരാളില്ലേ? എൻ്റെ പിതാവ് അല്ലേ? ഇന്ന് എന്നെ കൊണ്ട് പിതാവിനെ തള്ളുകല്ലേ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താലേ നീ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോ എൻ്റെ സഹോദരി നീ എന്തു ചെയ്യും? കൃപയുടെ സുവിശേഷമാ അത് ഞങ്ങൾക്കുള്ളതല്ല, ദൈവരാജ്യ സുവിശേഷം യഹൂദനുള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഇതാണ് സുവിശേഷം. മനസ്സിലായോ? ഈ അപ്പൻ്റെ പരമാധികാരത്തിന് കീഴിൽ ക്രിസ്തു ആയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ നമ്മളും ആയിരിക്കുക. അങ്ങനെ നമ്മൾ ഒരു കുടുംബമായി തീരുക.
ഹല്ലേലൂയ. ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഈ കുടുംബമാണ് ഇനി ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ വാഴാൻ പോണേ. ഇതാ ദൈവത്തിന് വചനം പറഞ്ഞത്, ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാ. ഞാനല്ല കേട്ടോ, യേശു പറഞ്ഞ കിങ്ഡം നിങ്ങൾക്ക് തരുവാ. പിന്നെ യേശു പ്രസാദിച്ചെന്നല്ല, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ ഫലം ഉണ്ടോ എന്ന് നോക്ക് മക്കളെ. ഈ ഫലം ഇല്ല എങ്കിൽ വെറുതെ ചതിക്കപ്പെടല്ലേ. ചുമ്മാ ആരാധന, ഉപവാസ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ നല്ല കാര്യമാണ്, ചെയ്യണത് നല്ല കാര്യം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ചതിക്കാനായിട്ട് ഇടയാകരുത്. ഫലം ഉണ്ടോ എന്ന് നോക്കുക. യേശു പറഞ്ഞു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാം. അവർ ആടുകളുടെ വേഷം കൊണ്ട്, പാസ്റ്ററുടെ വേഷം, അച്ഛൻ്റെ വേഷം ഒക്കെ ഇട്ടാ വരിക. എന്നിട്ട് നിങ്ങളടുക്കൽ വരും നിങ്ങളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാ. എവിടെയിട്ടാ കടിച്ചു കീറുന്നേ? ന്യായവിധിയിലിട്ട് കടിച്ചു കീറും. അവർ യേശു ഒരു ഗെറ്റ് ഔട്ട് അടിക്കും. ഹല്ലേലൂയ. ഒന്നും പറയാനില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഒരുമിച്ച് നിന്നേ, ചേർന്നങ്ങ് നിന്നേ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പിതാവും പുത്രനും പുത്രനിൽ പുത്രന്മാരും കൂടി ഒന്നായി. ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ട് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇതൊരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ഇതാണ് ദൈവരാജ്യ സുവിശേഷം. ഇതിൻ്റെ ഉള്ളിലാണ്, ബാക്കിയല്ല. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് രക്ഷയുടെ സുവിശേഷം നമ്മൾ പറയുന്നത്. അതല്ല, അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാ ചതിക്കുവാനായിട്ട് ഇടയാകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ലക്ഷ്യം, ഈ ഫലം, ഈ ഗോള് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് സത്യസുവിശേഷമാണ്. ഹല്ലേലൂയ. അല്ല, സുവിശേഷത്തിൻ്റെ ഏതൊരു പാർട്ട് മാത്രം കൊണ്ടുവന്നിട്ട് നിങ്ങളെ ചതിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ ചതിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരും. യേശു ആവർത്തിച്ച് പറയുന്നു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി തീരുക. മറ്റവരെന്ത് ചെയ്യും? പാർട്ട് സുവിശേഷം, ഞാനും പിതാവ് ഒന്നായിരിക്കും. യേശു തന്നെയാണ് പിതാവ്. അങ്ങനെയല്ല, യേശു അല്ല പിതാവ്. പിതാവ് ഉടമസ്ഥൻ, അപ്പൻ. മനസ്സിലായോ? യേശു ക്രിസ്തു ഉടമസ്ഥനല്ല, അവകാശി. മനസ്സിലായോ? അവകാശിയും ഉടമസ്ഥനും ഒരാളല്ല, പക്ഷെ അവർ ഒന്നാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ഒരേ ആത്മാവിലൂടെ അവർ ഒന്നാണ്. ഒരേ ലക്ഷ്യത്തിലൂടെ അവർ ഒന്നാണ്. ഒരേ കുടുംബത്തിലൂടെ അവർ ഒന്നാണ്. പിടുത്തം കിട്ടിയ? ഇതേപോലെ തന്നെ നമ്മൾ ഇന്ന് പലരാണ്, ഈ ഭൂമിയിൽ പലരാണ്. ഈ പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകണം. അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവായെന്നല്ല. പിടുത്തം കിട്ടിയ? പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകണം. അവസാനം നാം ഇന്ന് സകലത്തിൻ്റെ അവകാശി ക്രിസ്തു മാത്രമാണ്. ദൈവത്തിൻ്റെ സകലത്തിൻ്റെ അവകാശി ക്രിസ്തു മാത്രം. ഇതാണ് ഹെബ്രായ ലേഖനം 1:1-2 പറയുന്നത്. ദൈവം സകലതും ക്രിസ്തു മുഖാന്തരം ഉളവാക്കി അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഈ അവകാശത്തിൻ്റെ കൂട്ടവകാശമായി നമ്മളും കയറുകയാണ് സ്വർഗീയ കുടുംബത്തിലേക്ക്. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം ക്രിസ്തുവിൻ്റെ അവകാശി അല്ല, നാം ദൈവത്തിൻ്റെ അവകാശികൾ. റോമ 8:17. ദൈവത്തിൻ്റെ അവകാശികൾ ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമാണ്. നിങ്ങൾ വെല്ലുവിളിച്ച് നോക്കിക്കോ, ആരെയും വെല്ലുവിളിച്ച് നോക്കിക്കോ. ലോക സുവിശേഷത്തിൽ, കള്ള സുവിശേഷത്തിൽ ഇത് മിണ്ടത്തില്ല. കള്ള സുവിശേഷത്തിൽ, സൂത്ര സുവിശേഷത്തിൽ ഇത് മിണ്ടത്തില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ല എങ്കിൽ അറിഞ്ഞിട്ടും മറച്ചു വയ്ക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് നിങ്ങളുടെ വീട്ടിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് കിട്ടാൻ പോണ അവകാശത്തെക്കുറിച്ച് ഒരാൾ മിണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ നിങ്ങളെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കുന്നുവോ അതോ നിങ്ങളെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നുവോ? പറ്റിക്കാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പല്ലേ? നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇന്ന് ഏതെങ്കിലും ക്രിസ്തീയ സഭകൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് കിട്ടേണ്ട ഈ അവകാശത്തെക്കുറിച്ച് മിണ്ടുന്നില്ല എങ്കിൽ അവർ നിങ്ങളെ ചതിക്കുകയാണ്. മനസ്സിലാക്കിയോ? ബൈബിൾ വളരെ വ്യക്തതയോടെ പറയുന്നു, നാം ഇതാ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ അവകാശികളല്ല, ദൈവത്തിൻ്റെ അപ്പൻ്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമാണ്. കാരണം നാം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി തീരുകയാണ് പുതിയ സൃഷ്ടിയിൽ. ഇത് മിണ്ടത്തില്ല. ഈ സഹോദരനായി തീർന്നത് മിണ്ടത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പറയുന്നത് നാം ശക്തിയോടെ പറയുകയോ അത് വിശ്വസിക്കുകയോ നാം ആവർത്തിക്കുകയും ചെയ്യണം. റോമ 8:17 വായിച്ചേ. നാം മക്കളെങ്കിലോ, നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. ക്ലിയർ ആയിട്ടാ പറയുന്നത്.
ദൈവത്തിന്റെ സ്വർഗീയ പിതാവിന്റെ അവകാശികള് ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദേവദാസിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കട്ടെ, അടുത്ത ഞായറാഴ്ച ഇത് ഈ ടോപ്പിക്കിൽ ഒരു പ്രസംഗം നടത്താമോ ചർച്ചിലെ? റോമ 8:17 നടത്താമോ? ഒരുപക്ഷെ സഭ പൊളിയും. അപ്പൊ എന്തുകൊണ്ടാണ് കൂട്ടവകാശിയായി തീർന്നത്? കാരണം പുതിയ സൃഷ്ടിയിൽ ക്രിസ്തു നമ്മളുടെ സഹോദരനാണ്. എവിടെ പറയുന്നു? റോമ 8:29 തൊട്ട് മുകളിൽ വായിക്കേ. അവൻ മുന്നറിഞ്ഞവരെ, ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ക്രിസ്തു, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ട്. സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ആദ്യം ജനിച്ചവനാകേണ്ടതിന് അവന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു പിതാവ്. ഈ തീരുമാനമൊന്നും മാറില്ല എൻ്റെ മക്കളെ. ദൈവം മാറില്ല, ദൈവവചനം മാറില്ല, ക്രിസ്തു മാറില്ല. ഇന്നലെ ഇന്ന് എന്നേക്ക് അനന്യം. വേണമെങ്കിൽ നമ്മൾ മാറിക്കോ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടോ. ഹലോ, സത്യം ഒരിക്കലും മരിക്കില്ല. സത്യം പറഞ്ഞ ക്രിസ്തുവിനെ അന്ന് ദേവദാസന്മാരെല്ലാം കൂടെ അടിച്ച് പുറത്താക്കി ഗവൺമെന്റ് കയ്യിലേപ്പിച്ചു, ക്രൂശിൽ തറച്ച് കൊന്നു. സത്യം അവിടെ മരിക്കാനാ? സത്യത്തിന്റെ ഉടമയായ ദൈവം തന്റെ പുത്രനെ എഴുന്നേൽപ്പിച്ചു. സത്യത്തോട് എതിർത്ത് ഒരുത്തനും ജയിച്ചില്ല. മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇന്ന് ഇതിനെതിരെ അലമുറയിട്ട് ബഹളം ഉണ്ടാക്കുന്നവരല്ലോ, അവരൊന്നും ദൈവത്തിന്റെ മക്കളല്ല, അല്ലെങ്കിൽ അവർ അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാ. അവരെല്ലാം കളകളാ, പിശാചിന്റെ മക്കളാ. ഹല്ലേലൂയ. ഇതാണ് മത്തായി 13 പറയുന്നത്. കളയുണ്ട്, രാജ്യത്തിന്റെ പുത്രന്മാരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയാം. അവരുടെ വായിലെ വാക്കുകളിലൂടെ തിരിച്ചറിയാം. ദൈവത്തിന്റെ മക്കൾ അസഭ്യമായി ഒരു കാര്യവും തങ്ങളുടെ വായിലൂടെ പറയത്തില്ല, തങ്ങളുടെ ലെറ്ററിൽ എഴുതത്തില്ല. എന്നാൽ കളയ്ക്ക് അതൊന്നൊരു വിഷയമല്ല. കള തൻ്റെ അപ്പനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, തിന്മയുടെ വാക്കുകളെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക പ്രിയ കുഞ്ഞുങ്ങളെ, ആരെ നിങ്ങൾ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ചവിട്ടി താഴെയിടരുത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് ഫലം. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ, ഒറ്റ ആത്മാവേ ഉള്ളൂ, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പേരാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ഇനിയും ഭീരുത്വത്തിൻ്റെ പിശാചിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിച്ചത്. സ്വർഗീയ കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, ക്രിസ്തു മുഖാന്തരം. അങ്ങനെ കാരണഭൂതനായ പിതാവിനെ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ ജനിച്ച മക്കളാണ് ഞാനും നിങ്ങളും. ഇത് തിരിച്ചറിയുക. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മൂന്നും കൂടെ ഒന്നായി ഒരു കുടുംബമായി മാറുകയാണ്. ഇവിടുത്തെ മനസ്സിലായോ? ഇത് അത്യുന്നതനായ ദൈവം. അപ്പൊ ദൈവം എന്ന് പേരുണ്ട്, അത്യുന്നതനായ ദൈവം. ക്യാപ്ഷൻ മാത്രം മാറിയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് പുത്രനായ ദൈവപുത്രൻ. ഇതിലും ദൈവമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവപുത്രൻ. ഇവരെല്ലാം ഈ അത്യുന്നതനായ ദൈവത്തിന് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ജനിച്ച ദൈവത്തിന്റെ, അതിലും ദൈവമുണ്ട്, ദൈവത്തിന്റെ മക്കൾ. എല്ലാം ഒരേ കാറ്റഗറി. ഇതുകൊണ്ടാണ് 82 സങ്കീർത്തനത്തിൽ സ്വർഗത്തിലെ ദൈവം, ഈ അപ്പൻ, ഇവരെ കുറിച്ച് പറയുന്നത്, നിങ്ങളൊക്കെ ആരാന്നറിയാമോ? നിങ്ങളൊക്കെ ദൈവങ്ങളാണ്, എലോഹിമുകളാണ്. ദേവന്മാരല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. പക്ഷേ ഈ സ്റ്റേജിൽ നിങ്ങൾ വെറും മനുഷ്യരെ പോലെ മരിച്ചു പോകും. നിങ്ങൾ ദൈവങ്ങളാന്ന് പറയുന്നതിന്റെ കാരണം അവർ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. മനസ്സിലായോ? ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമിനി എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. എന്താണത്? നാം കാറ്റഗറി മാറുകയാ. നാം ദൈവമക്കളെന്ന്, ദൈവപുത്രന്മാരെന്ന് അപ്പൻ വിളിക്കുന്നു. തിരിച്ചറിയ മക്കളെ, തിരിച്ചറിയേ. ഈ സുവിശേഷം അറിയാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും മണ്ടംകളി കളിക്കരുത്. പിശാചുകളെ വെറും മണ്ടന്മാരാക്കരുത്. ബൈബിളിലെ സത്യം തിരിച്ചറിയാ. നിന്നെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ വംശമായി, ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ സഹോദരനായി ദൈവം വിളിച്ചിരിക്കുക. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ ഉടനെ നിങ്ങൾ പറയാം, റോമ 9:6, ഏശയ്യ 50:6 യേശു നിത്യ പിതാവ് എന്ന് പറയുന്നു. സ്വർഗീയ കുടുംബത്തിൽ മാതാക്കന്മാരില്ല, ലേഡി കഥാപാത്രങ്ങളില്ല. അവിടെ പുത്രന്മാർ തന്നെയാണ് പിതാക്കന്മാർ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവ്, സ്വർഗസ്ഥ പിതാവ് നമ്മളെ ജനിപ്പിച്ചത്. ഇതുകൊണ്ടാണ് യേശു 9:6 വളരെ വ്യക്തതയോടെ പറയുന്നത്, അത് എഴുതിയ നാളിൽ, യേശുവിന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയത്.
യേശു ജനിക്കുന്നതിന് മുമ്പ് അവർ എഴുതിയിരിക്കുകയാണ്, അവൻ നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. എന്തിനാ സ്വർഗസ്ഥ പിതാവ്, എന്തിനാ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടുന്നേ? ഓൾറെഡി പിതാവാ. പക്ഷെ യേശു ആ സമയത്ത് പിതാവല്ല. യേശുവിന് മക്കളെ കിട്ടിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? മക്കളെ പിതാവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പക്ഷെ മക്കളെ കിട്ടിയിട്ടില്ല. എന്നാൽ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ കടക്കുമ്പോഴാണ് ആ പ്രവചനം നിവർത്തിയാകുന്നത്. യേശയ്യാ 53:10 ഇതാ അവിടെ സംഭവിക്കുകയാണ്, പിതാവിന് പുത്രനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അങ്ങനെ പുത്രന്റെ പ്രാണൻ അവിടെ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് പുത്രൻ സന്തതിയെ കാണുകയും, അപ്പൊ പുത്രൻ സന്തതിയെ കണ്ടാൽ പുത്രന്റെ പേരെന്തായി? അപ്പൻ. മനസ്സിലായോ? സന്തതി ഉള്ളവന്റെ പേരാണ് അപ്പൻ. പിന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ പുത്രൻ പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. അങ്ങനെ ഭൂമിയിലുള്ള പിതാക്കന്മാർ മക്കളുള്ള പിതാക്കന്മാരല്ല, താൽക്കാലിക പിതാക്കന്മാരെ ആഗ്രഹിക്കുമ്പോൾ പുത്രനായ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മുടെ നിത്യ പിതാവായി നിലകൊള്ളുന്നു. ആ കാൽവരി ക്രൂശിൽ യേശയ്യാ 9:6 നിറവേറി. തിരിച്ചറിയ, ഇന്ന് യേശുക്ക് നമ്മുടെ നിത്യപിതാവ്. ഇന്ന് നിത്യപിതാവായ യേശുവിന് നമുക്ക് ഒരു പിതാവുണ്ട്, അതാണ് സ്വർഗസ്ഥ പിതാവ്. അത് ഒരേ ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ അപ്പനും നമ്മുടെ അപ്പനും. ഇതുകൊണ്ടാണ് മരിച്ചുയർത്തെഴുന്നേറ്റ് താൻ കടന്നു വരുമ്പോൾ, ഇതാ മഗ്ദലക്കാരത്തി മറിയ തന്റെ എതിരെ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞത്, മറിയേ, ഞാൻ ഒരിടം വരെ കടന്നു പോകുക. എവിടെയാണെന്നറിയാമോ? എൻ്റെ അപ്പന് നിങ്ങളുടെ അപ്പന്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നുവെന്ന് നീ പോയി, ശ്രദ്ധിച്ചു കേൾക്കുക, നീ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക, എൻ്റെ ബ്രദേഴ്സിനെ അറിയിക്കുക, എൻ്റെ ഭായിയെ അറിയിക്കുക. ഹല്ലേലൂയ. 20:17 യോഹന്നാൻ 20:17 വായിച്ച്, ലോർഡ് ഐ ലവ് യു, ഗിവ് യു ഗ്ലോറി. അപ്പോൾ ഈ ഫലം നിങ്ങൾ മറന്നു പോകരുത്. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. അപ്പൊ ഇവിടെ ഈ പുതിയ സൃഷ്ടിയിൽ കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം യേശു ക്രിസ്തു ഇവരെ വിളിക്കുന്ന സഹോദരന്മാരെന്ന, ബ്രദേഴ്സ് എന്നാണ്. ഹല്ലേലൂയ. ബൈയോം എന്നാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് നീ പറയണം, എൻ്റെ പിതാവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. നിങ്ങളുടെ പിതാവും, രണ്ട് പിതാവും ഒന്ന് തന്നെ. എൻ്റെ ദൈവവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ, നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു. ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയണേ. ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്. ഇതല്ല നമ്മുടെ സബ്ജക്റ്റ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞാൻ തിരിയുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിത് കണ്ടോ? ഇതാണ് സുവിശേഷത്തിൻ്റെ റിസൾട്ട്. എല്ലാം കൂടെ ഒന്ന്, പിതാവും പുത്രനും പുത്രനിൽ പുത്രനും ഒന്നായി തീരുന്നു. ആരിലൂടെ? പരിശുദ്ധ ആത്മാവിലൂടെ, ഒരൊറ്റ ആത്മാവിലൂടെ. ഹല്ലേലൂയ. ഇതൊരു നൂലാണെങ്കിൽ ആ നൂലിൽ കോർത്ത മുത്തുകളാണിതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു നൂലാണെങ്കിൽ, അതായത് നിങ്ങളുടെ കഴുത്തിലെ മാലയൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊരു നൂലാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു നൂലാണെങ്കിൽ ആ നൂലിൽ കോർത്ത മുത്തുകളാണ് ഇതെല്ലാം. അങ്ങനെ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിലൂടെ നമ്മളെല്ലാം ഒന്നായി തീർന്നു. ഇതാണ് പ്രപഞ്ചത്തെ വാഴുന്ന കുടുംബം ആയിത്തീരേണ്ടത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ഫലം. ഈ ഫലം നിങ്ങളുടെ സുവിശേഷത്തിലുണ്ടോ? ദാറ്റ്സ് എ റൈറ്റ് വൺ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ കൃപയുടെ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, ഇതിന് പല പല സുവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോവുക. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ആദ്യം തന്നെ സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സന്തോഷ വാർത്തകളാണ് മറ്റ് സുവിശേഷങ്ങൾ. ഹല്ലേലൂയ. ഇതിൻ്റെ ഫംഗ്ഷനുകളാണ്. ചെന്നിരുന്നാട്ടെ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ, ചെന്നാട്ടെ. ലോർഡ് ഐ ലവ് യു. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ ചതിക്കരുത്. മനുഷ്യരുടെ ചതിയാൽ വീണു പോകരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, എന്ത് മനസ്സിലാക്കണമെങ്കിൽ, സുവിശേഷം ഒന്നേ ഉള്ളൂ. പല പേരുകളിൽ, അതിൻ്റെ നേച്ചർ കൊണ്ട് പല പേരുകളിൽ അറിയപ്പെടുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു സംഭവം പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഓർക്കുന്നില്ല എത്ര വർഷങ്ങളായെന്ന്, യേശു ക്രിസ്തു ജനിച്ച നാട് കാണാൻ കർത്താവിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇസ്രായേൽ സന്ദർശിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ കൂടെ ഒരു കൂട്ടം സഹോദരങ്ങളുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നാണ് ഞങ്ങൾ അന്ന് പോകാനായിട്ട് ഇടയായത്.
അപ്പം ഞാൻ അവിടെ ചെന്ന് വിശുദ്ധ നാട് കണ്ടപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ മാറി. ബൈബിളിലൂടെ വായിച്ചപ്പോൾ, അക്ഷരം വായിച്ചപ്പോൾ കിട്ടിയ കാഴ്ചപ്പാടല്ല, എൻ്റെ കുരുടത്തം പലതും മാറാനിടയായി. അത് വെച്ച് ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. ഞാൻ തന്നെ ക്യാമറയിൽ ഇതൊക്കെ എടുത്തിരുന്നു. എവിടെയോ കിടക്കുന്നുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ശ്രദ്ധിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. കിന്നരത്ത് തടാകം, ഗനസരത്ത് തടാകം, തിബരിയാസ് തടാകം, തിബരിയാസ് കടൽ എന്നൊക്കെയാണ് പറയുന്നത്, ഗലീല കടൽ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഓരോ സ്ഥലത്തും ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്ര തടാകങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മളിവിടെ കേട്ടിരിക്കുന്ന കൃപയുടെ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, രാജ്യത്വ സുവിശേഷം, സുവിശേഷങ്ങളുടെ ബഹള, മൊത്തം കൺഫ്യൂഷൻ അല്ലേ? അവിടെ എത്തണ വരെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഇത്രയും തടാകങ്ങൾ അവിടെ ഉണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഇത്രയും തടാകങ്ങളൊന്നും അവിടെ ഇല്ല. ഒരൊറ്റ തടാകമേ ഉള്ളൂ. ഒരൊറ്റ തടാകമേ അവിടെ ഉള്ളൂ. അതിനാണ് ഈ എല്ലാ പേരും. ആ ഒരൊറ്റ തടാകത്തിനാണ് ഈ പേരുകളെല്ലാം. ഓരോ കരയുടെ അടുക്ക ചെല്ലുമ്പോൾ ആ കരക്കാർ അതിൻ്റെ പേരിടും. അതൊരു കുളം പോലെയാണ്. അതൊരു കടലൊന്നും യഥാർത്ഥത്തിലല്ല, അതൊരു ലേക്കാണ്, വലിയൊരു ലേക്കാണ്. പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകി വെള്ളം വന്ന് പല വഴിയിൽ വന്ന് ഒരു ലേക്കായിരിക്കുക. ശുദ്ധവെള്ളമാണ്, ധാരാളം മീന. അതിൻ്റെ തീരത്തിരുന്ന് തിബിരിയാസ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ തീരത്തിരുന്ന് അവിടെ മത്സ്യങ്ങൾ ഇങ്ങനെ പിടയ്ക്കണ ഞങ്ങൾ കാണാൻ നീന്തി ഇങ്ങനെ പോകുന്നു. ധാരാളം മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് വലിയ മത്സ്യം പൊരിച്ചതായിരുന്നു അന്നത്തെ ഭക്ഷണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുക. അപ്പോൾ തിബിരിയാസിൻ്റെ തീരത്തിരുന്ന് ഞങ്ങൾ കഴിക്കണേ. അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഇതാണ് തിബിരിയാസ് കടൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തിബിരിയാസ് കടലെ വിട്ടിട്ട് വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് കിന്നരത്ത് തടാകം. അപ്പോൾ ചോദിച്ചപ്പോൾ ഇത് തന്നെയല്ലേ അത്? അത് അവിടെ വെച്ച് അതിൻ്റെ പേര് തിബിരിയാസ് കടൽ, ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പേര് കിന്നരത്ത് തടാകം. പിടുത്തം കിട്ടിയ? അപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് ഗലീല കടൽ. ഗലീല കടലോ? അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഇസ്രായേൽ എന്ന രാജ്യം 3 ഡിവിഷനായിരുന്നു. ജുദിയ, സമരിയ, ഗലീല, 3 പ്രൊവിൻസ്. മനസ്സിലായില്ലെങ്കിൽ കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ. പിടുത്തം കിട്ടിയ? പണ്ടത്തെ സ്ഥലം പിടുത്തം കിട്ടിയ? 3 ഡിവിഷൻ എന്നതുപോലെ യേശുവിൻ്റെ സമയത്ത് അവിടെ ജുദിയ, സമറിയ, ഗലീല. ഈ ഗലീലയിലുള്ള തടാകമായതുകൊണ്ട് ഇതിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര് വെച്ച് ഗലീല തടാകം. പിടുത്തം കിട്ടിയ? തിബിരിയാസിൻ്റെ കരയിൽ നിന്ന് ഒരുത്തൻ നോക്കുമ്പോൾ അത് തിബിരിയാസ് കടൽ. ഗനസരത്തിൻ്റെ ആ തീരത്ത് നിന്ന് ഒരുത്തൻ പറയുമ്പോൾ അത് ഗനസരത്ത് തടാകം. ഹല്ലേലൂയ. ഇനി ഒരു പേരും കൂടി ഉണ്ട്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി പറയാമെന്ന്. ശരി, ശ്രദ്ധിച്ചേ, ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടും. ഇത് എന്തിനാ പറയുന്നറിയാമോ? ഇതേപോലെ വിശുദ്ധ ബൈബിളിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാൻ പാടില്ലാത്തവരെ പറ്റിക്കാൻ വേണ്ടി പിശാച് തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഏത് മേഖല അറിയാൻ പാടില്ലയോ അവിടെ ആയിരിക്കും പിശാച് തൻ്റെ തന്ത്രം ഇറക്കുന്നത്. പിടുത്തം കിട്ടിയ? സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് ദൈവപുത്രനായ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. 12 ശിഷ്യന്മാരെ നേരിട്ട് ദൈവരാജ്യം പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു. പൗലോസിനെ വെളിപ്പാടിലൂടെ ദൈവരാജ്യം പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. തിരിച്ചറിയുക. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാര്യം മനസ്സിലാവും. ഓ ഫാദർ, വി താങ്ക് യു. നിങ്ങളെ ആരും ചതിക്കരുത്. Oh Lord, I love you.
ഹല്ലേലൂയ. സൂമിലുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. Lord, I love you. സുവിശേഷങ്ങൾ കണ്ട് ആശയക്കുഴപ്പത്തിലാകരുത്. ഒരൊറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഡു നോട്ട് ബി കൺഫ്യൂസ്ഡ് ബൈ ഗോസ്പൽസ്. ദർ ഈസ് ഓൺലി വൺ ഗോസ്പൽ. ഹല്ലേലൂയ. വിച്ച് വാസ് പ്രീച്ച്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്, ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, ദ സൺ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോളം, മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ അത് പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ പേരാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. എല്ലാം ഒന്ന് തന്നെ. ഹല്ലേലൂയ. അത് സ്വയമേ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യന് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നത് കൊണ്ട് അതിൻ്റെ പേര് കൃപയുടെ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ആദ്യ പാർട്ടാണ് മനുഷ്യനെ പിശാചിൻ്റെ കീഴിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക. അതുകൊണ്ട് അതിൻ്റെ പേര് രക്ഷയുടെ സുവിശേഷം. ഹല്ലേലൂയ. എല്ലാം ഒന്ന് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. ഈ ലോകത്തിൽ പിശാച് അവൻ്റെ കളകളും ചേർന്ന് എൻ്റെ മക്കളെ നിങ്ങളെ ചതിക്കുകയാണ്. അവസാനം മത്തായി 7:21-22 പറഞ്ഞതുപോലെ യേശു നിങ്ങളെ തുപ്പിക്കളയാൻ ഇടയാകരുത്. ആരും നിങ്ങളെ ഏതു വിധേനയും ചതിക്കരുത്. പിശാചിൻ്റെ ഇരകൾ ആയിത്തീരരുത്. ഇതാ ഇവിടെ ശരിയോ, ഒരാളുടെ ഇന്നത്തെ ജനത്തിൻ്റെ അവസ്ഥയാണ്. തലയ്ക്ക് വട്ടായല്ലോ. ഇത് എത്ര സുവിശേഷമാണ്. ജനത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്ന് ധാരാളം വാട്സപ്പ് ഗ്രൂപ്പിലെ തർക്കമാണിത്. പത്രോസിന് രാജ്യത്തിൻ്റെ സുവിശേഷം, പൗലോസിന് രക്ഷയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം. ജനത്തിന് വട്ടുപിടിച്ചിരിക്കും. കാരണം ഇവർക്ക് അറിയില്ല ഈ സംഭവം ഒന്നാണെന്നുള്ള കാര്യം. സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ ഫലം നോക്കി സുവിശേഷത്തെ തിരിച്ചറിയുക. സുവിശേഷത്തിൻ്റെ ഉള്ളിൽ പല സുവിശേഷങ്ങളുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം പല സുവിശേഷങ്ങൾ. ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, മാർക്കോസ് 1:1. പെട്ടെന്ന് വചനം എടുത്ത് വായിക്കാൻ തയ്യാറായുക. പെട്ടെന്ന് അപ്പോൾ അത് കുറേ വചനം വായിക്കേണ്ടതുണ്ട്. മാർക്കോസ് 1:1. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പൊ ആരുടെ സുവിശേഷം? ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. 2, ഇതാ അതിന്റെ തൊട്ട് താഴെ യേശു പ്രസംഗിച്ചത് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്താ? ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അതിന്റെ തൊട്ട് താഴെ അതിന്റെ 14-15. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിച്ചേ. അപ്പൊ ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. നേരത്തെ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. മണ്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവും ഇത് വേറെ വേറെയാണെന്ന്. എൻ്റെ മക്കൾ, ഇതൊന്നും വേറെ വേറെ അല്ല, ഇതെല്ലാം ഒന്നാണ്. യേശു പ്രസംഗിച്ചപ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. പക്ഷേ ആ സുവിശേഷത്തിന് യഥാർത്ഥ പേരെന്താ? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. നിങ്ങളെ ആരും ചതിക്കരുത്. ഇതൊന്നും വേറെ വേറെ അല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി താഴെ ഇതാ 1 പത്രോസ് 4:17. അവിടെ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒന്നോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഒന്നോ അല്ല, ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പൊ ഈ കൂട്ടർ വരും അത് വേറെ, ദൈവത്തിന്റെ സുവിശേഷം. എല്ലാ മക്കളെ ഇതെല്ലാം ഒന്ന് തന്നെയാ. ദൈവത്തിന്റെ സുവിശേഷമാണ് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ കൊടുത്തത്. ക്രിസ്തു എന്ന് പ്രസംഗിച്ചപ്പോൾ അത് ക്രിസ്തുവിന്റെ സുവിശേഷമായി. പക്ഷെ ആ സുവിശേഷത്തിന്റെ പേരാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. വായിക്കേ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പൊ ഇവിടെ ആരുടെ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷം. മക്കളെ, നിങ്ങൾ ഉറങ്ങരുത്. ഈ സമയം നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആകുകയാണ് ചതിക്കപ്പെടാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സുവിശേഷം അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഇനി വെളിപ്പാട് 14:6 ഇതാ ഒരു ദൂതൻ പ്രസംഗിക്കുന്നു. അതിന് വേണ്ടി ഇങ്ങനെ പേരായിരുന്നു, ദൂതൻ്റെ സുവിശേഷം എന്ന്. ഒരു ദൂതൻ, അവൻ്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും
ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. അതായത് ഇത് ദൈവരാജ്യ സുവിശേഷം തന്നെയാണ്, ദൈവത്തിന്റെ സുവിശേഷം തന്നെയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം അന്ത്യനാളിൽ മത്തായി 24:14 ഈ മറച്ചു വയ്ക്കപ്പെട്ട സുവിശേഷം ഇതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു കാലയളവിനെയാണ് ഇത് കുറിക്കുന്നത്. അവൻ്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. സുവിശേഷം അന്നും ഇന്നും എന്നും ഒന്നേ ഉള്ളൂ, ദൈവത്തിനായ ക്രിസ്തു പ്രസംഗിച്ചത്. എന്നാൽ ആകാശത്തിലൂടെ പറന്നു നടക്കുന്നത് കാണിക്കുന്നത് ഇപ്പോഴിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ആകാശത്തിലൂടെ ഓൺലൈനിലൂടെ പറന്ന് 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 ലോകത്തിൻ്റെ എല്ലാ മേഖലയിൽ എത്തിച്ചേരുകയാണ്. അത് അന്ത്യനാളിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഇതാണ് നിത്യസുവിശേഷം, അതാണ് ദൈവത്തിന്റെ സുവിശേഷം, അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം, അതാണ് കൃപയുടെ സുവിശേഷം. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് താഴേക്ക് ഗോസ്പൽ ഓഫ് സാൽവേഷൻ റോമ 10:9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് നമ്മൾ ഇന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന രക്ഷയുടെ സുവിശേഷം. പറയേണ്ട ആവശ്യമുണ്ട്, ഇത് മനസ്സിലാക്കുക. രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് മിയർലി ആൻ എൻട്രൻസ് എക്സാം പാസ്സായതിന് തുല്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് ഡോക്ടർ ആകണ്ടേ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അറിയാമ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുത്തു, എടാ എൻട്രൻസ് എക്സാം പാസ്സായാൽ മതി എടാ. ശരിയല്ലേ? സത്യമല്ലേ? എൻട്രൻസ് എക്സാം പാസ്സാകുന്നല്ലേ തുടക്കം മെഡിക്കൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ടതല്ലേ ദൈവപുത്രനാകാനുള്ള അധികാരം തുടക്കം? ഇതല്ലേ യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കിട്ടിയില്ലേ? ഇതുപോലെ എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്ന ഏത് വ്യക്തിക്കും ഡോക്ടറാകാനുള്ള അധികാരം കിട്ടിയില്ലേ? ശരിയല്ലേ? അതുകൊണ്ട് രക്ഷയുടെ സുവിശേഷം കൊണ്ട് ഡോക്ടറായ, അതായത് എൻട്രൻസ് എക്സാം എഴുതിയത് കൊണ്ട് ആള് ഡോക്ടറായ ഇല്ല. രക്ഷയുടെ സുവിശേഷം ഏറ്റത് കൊണ്ട് ആള് ദൈവത്തിന്റെ മകളായി ജയിച്ചിട്ടില്ല. ദൈവവചനം വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ആരും നിങ്ങളെ ചതിക്കരുത്. രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഉള്ളിലെ അതിന്റെ എൻട്രൻസ് എക്സാം മാത്രമേ ആയിട്ടുള്ളൂ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഓ, ഞങ്ങൾക്ക് ദൈവരാജ്യ സുവിശേഷമില്ല, അത് യഹൂദന്മാർക്കാണ്, ഞങ്ങൾക്ക് രക്ഷയുടേത് മാത്രമേ ഉള്ളൂ. അതാണ് മത്തായി 7:21, 22, 24 പൊട്ടി തെറിച്ചു പോണേ. ഹല്ലേലൂയ. കർത്താവ് ഗദറടിക്കുക. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത പോലെ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തുള്ളൂ. പുറത്തു പോയില്ലേ മക്കളെ? ആരും നിങ്ങളെ ചതിക്കരുത്. രക്ഷയുടെ സുവിശേഷം എന്ന് വെച്ചാൽ ദൈവരായ സുവിശേഷത്തിൻ്റെ എൻട്രൻസ് എക്സാം മാത്രമാണ്. ഹല്ലേലൂയ. അത് യേശു കർത്താവ് കാര്യങ്ങൾ ചെയ്തു, നമ്മൾ അംഗീകരിച്ചാൽ മാത്രം മതി. അത് സൗജന്യമാണ്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവരായ സുവിശേഷത്തിൻ്റെ ഉള്ളിലെ നല്ല വിശേഷമാണ്. പിടുത്തം കിട്ടിയ? ദൈവരായ സുവിശേഷത്തിൻ്റെ ഉള്ളിലെ നല്ല വിശേഷം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. അതുകൊണ്ടാണ് 1 പത്രോസ് അതിൻ്റെ 3, 4, 5 ഭാഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത ഒരവകാശത്തിനായി ദൈവരാജ്യം അവകാശമാക്കുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മനസ്സിലായോ? വീണ്ടും ജനിച്ചതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല, വീണ്ടും ജനിച്ചത് ദൈവരാജ്യം അവകാശമാക്കാനാണ്. ഹല്ലേലൂയ. എടുത്തിങ്ങൊന്ന് വായിച്ചേ ആ ഭാഗം. 1 പത്രോസ് 1:4-5 ഭാഗങ്ങൾ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ അവകാശം ഭാവിയിൽ കിട്ടാനുള്ളത് തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചത് ഇപ്പോൾ. മനസ്സിലായോ? അവകാശം ഭാവിയിൽ കിട്ടാനുള്ള അവകാശം, അതാണ് ദൈവരാജ്യം, ദൈവ കുടുംബം അവകാശമാക്കാം. അതാണ് ദൈവരാജ്യ സുവിശേഷം. അതിനുവേണ്ടി ഇപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പിടുത്തം കിട്ടിയ എൻ്റെ മക്കളെ, ആ വീണ്ടും ജനിപ്പിച്ചാണ് രക്ഷയുടെ സുവിശേഷം. ആരും നിങ്ങളെ ചതിക്കരുത്. രക്ഷയുടെ സുവിശേഷം വേറെ, ദൈവരാജ്യ സുവിശേഷം വേറെ. രക്ഷയുടെ സുവിശേഷം അത് ജാതികൾക്കുള്ളതാണ്, ദൈവരാജ്യ സുവിശേഷം അത് യഹൂദന്മാർക്കുള്ളതാണ്. അതിൻ്റെ പൊന്നുമക്കളെ ചതിക്കപ്പെടല്ലേ, പിശാചിൻ്റെ കളകളുടെ തന്ത്രത്തിൽ വീണുപോകല്ലേ. മനസ്സിലാവുന്നു മക്കളെ? എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ദൈവം വിചാരിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്തത് ദ ഗോസ്പൽ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പോൾ വേറൊരുത്തർ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന് പോവുക. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഈ രക്ഷയുടെ സുവിശേഷം. അതാണ് ഷണ്ടൻ, അതായത് ഫിലിപ്പോസ് ഷണ്ടനോട് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8:35. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇതെനിക്ക് വിവരിച്ച് തരണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം യേശുവിനെ കുറിച്ച്
ആരാണ് അർക്കപ്പെട്ടത്? യേശയ്യാ 53 ആരാണ് അർക്കപ്പെട്ടത്? യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അതിന് വേറെ പലര് യേശുവിനെ കുറിച്ചാണോ സുവിശേഷം? തീർച്ചയായും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം. അതാണ് രക്ഷയുടെ സുവിശേഷം. പിടുത്തം കിട്ടിയ ആര് നിങ്ങളെ ചതിക്കരുത്. ഇതാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. മനുഷ്യരുടെ ചതിയാൽ ഇങ്ങനെ കാറ്റ് മുകളിൽ തൂവല് പോകുന്ന പോലെ കുറച്ചു നേരം അങ്ങോട്ട് പോയി, പിന്നെ കുറച്ചു നേരം ഇങ്ങോട്ട് പോയി, പിന്നെ കുറച്ചു നേരം ഇങ്ങോട്ട് പോയി, പിന്നെ അവസാനം തീപ്പയിലേക്കും പോയി. എന്തിനാ അങ്ങനെ? ഹല്ലേലൂയ. ഇപ്പോൾ തീരെ ഇവിടെ നീ എഞ്ചിനീയർ ആയാലും കൊള്ളാം, ലക്ഷപ്രഭുവും കോടീശ്വരനും റിക്ഷ ഓടിക്കുന്നവനായാലും കൊള്ളാം, ഇപ്പം തീരും ശ്വാസം, ഇപ്പം തീരും ശ്വാസം. ഹല്ലേലൂയ. അതിനുമുമ്പ് ജീവൻ നേടിക്കൊള്ളണം. ഇതാ ഇനി അടുത്തത് ഗോസ്പൽ ഓഫ് ഗ്രേസ്. ഇതാണ് വേറത്തിൻ്റെ ഒരു വാട്ടിയുടെ ടൂൾ. ഒന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങ് കയറിപ്പോക്കോളും. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുക നമ്മുടെ ആളുകൾ. ഫ്രീ അവിടെ ഉണ്ടോ അവിടെ ചാടി വീഴും. ഗോസ്പൽ ഓഫ് ഗ്രേസും കൊണ്ട് നടക്കുക. ഈ ഗോസ്പൽ ഓഫ് ഗ്രേസിൻ്റെ പേരാണ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. അതിൻ്റെ ഹോൾ ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ് മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യൻ അസാധ്യമായിട്ട് ദൈവം സാധ്യമാക്കി തരുന്നതിൻ്റെ പേരാണ് കൃപ, ഗ്രേസ്. അതിന് അർഹിക്കാത്ത ദാനമല്ല. മനസ്സിലായോ? അർഹിക്കുന്നവനെ ദൈവം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വേണം. വായിച്ച ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന സാധനം ഗോസ്പൽ ഓഫ് ദ കിങ്ഡം തന്നെയാണ് നിങ്ങളുടെ മുമ്പ് തെളിയിക്കാം. കാരണം അപ്പോസ്തല പ്രവൃത്തി 20:25 ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, എഫെസ്യ സഭയിലെ മൂപ്പന്മാരോടാണ് പറയുന്നത്. ജാതികളുടെ സഭയാട്ടോ. അവിടുത്തെ മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. എന്നിട്ട് പറയണം, അതിൻ്റെ തൊട്ട് പുറകിലത്തെ വാക്യത്തിൽ പറയാണ്, ആ ദൈവരാജ്യ സുവിശേഷത്തിന് വേറൊരു പേരാണ് കൃപയുടെ സുവിശേഷം. ഹല്ലേലൂയ. വായിച്ചേ, രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കാണാം. 24 മുതൽ 24-25. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്നത്. ഏത് സുവിശേഷം? ദൈവകൃപയുടെ സുവിശേഷം. ഇതാണ് കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് നടക്കണേ അല്ലേ? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക എന്നേ എനിക്ക് ഉള്ളൂ. ഇനി സാക്ഷ്യം പറയുന്ന അടുത്ത വാക്യത്തിൽ സാക്ഷ്യം പറയുന്ന ഏത് സുവിശേഷത്തിനാണെന്നറിയാമോ? ദൈവരാജ്യ സുവിശേഷത്തിന്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവരാജ്യ സുവിശേഷം തന്നെയാണ് ഏത് സുവിശേഷം? കൃപയുടെ സുവിശേഷം. ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ്, രക്ഷയുടെ മണ്ഡലം മുതൽ അവസാനം ദൈവരാജ്യം അവകാശമാക്കുന്നത് വരെ ദൈവകൃപയാല. ഹല്ലേലൂയ. എന്നിട്ട് പിശാചിനോടോ ജഡത്തോടോ ലോകത്തോടോ ജയിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവം തൻ്റെ ആത്മാവിനാണ് നമുക്കത് സാധ്യമാക്കി തരികയാണ്. വായിക്കുക താഴേക്ക് ഒന്നുകൂടി. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി വായിച്ചു. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികക്കണം എന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായ എന്താ ഈ പറയണേന്ന്? അപ്പോസ്തല പ്രവൃത്തി 20:24 പറയുന്നു ദൈവകൃപയുടെ സുവിശേഷം. അപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞ് 25 പറയുന്നു ദൈവരാജ്യ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നു. പിടുത്തം കിട്ടിയ മനസ്സിലായില്ല അല്ലേ? ഞാൻ വീണ്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കൊണ്ടുവരാം. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി, ഈ കൃപയുടെ സുവിശേഷം തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം. ഫസ്റ്റ് ടു ലാസ്റ്റ് ദൈവകൃപയിലാണ് നമുക്ക് കിട്ടുന്നത്. രക്ഷിക്കപ്പെടുന്നത് മുതൽ അവസാനം വരെ ദൈവം നമ്മളെ എനേബിൾ ചെയ്യുകയാണ്, ശക്തിപ്പെടുത്തുകയാണ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ആ സ്ക്രീനിൽ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓ ഫാദർ, അപ്പോസ്തല പ്രവൃത്തി 20:24-25 ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, oh Lord, I love you. നിങ്ങൾക്ക് അതിൻ്റെ 24 ശ്രദ്ധിച്ച്. ഇത് 24 നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം. ഏത് സുവിശേഷം? ക്ലിയറല്ലേ? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ ദൈവകൃപയുടെ സുവിശേഷമാണ്. ഇനി അടുത്ത പറയുന്നു, ആ ദൈവകൃപയുടെ സുവിശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അടുത്ത വാക്യം, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം. അപ്പോൾ ദൈവകൃപയുടെ സുവിശേഷം ഏത് സുവിശേഷമാണ്? ദൈവരാജ്യ സുവിശേഷം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടായിട്ട് മുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചത് കഴിഞ്ഞ നാളുകളിൽ ചതിയല്ലേ?
പിടുത്തം കിട്ടിയ നമുക്ക് ജാതികൾക്ക് ദൈവകൃപയുടെ സുവിശേഷവും യഹൂദന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. ദൈവകൃപയുടെ സുവിശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അതിൻ്റെ ഉള്ളിൽപ്പെട്ടത് ഫസ്റ്റ് എൻട്രൻസ് ഭാഗമാണ് ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. ഇതാണ് വീണ്ടും ജനനം. അത് നമുക്ക് സംഭവിച്ചത് നമ്മുടെ കഴിവുകൊണ്ടാണോ? അല്ല, പകരം ദൈവം നമുക്ക് കൃപ നൽകിയതാണ്. കാരണം ലോകസ്ഥാപനത്തിന് നമുക്ക് യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല, യോഗ്യത ഉള്ളതുകൊണ്ടാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്കവിടെ കൃപ കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കൃപ കിട്ടുന്നത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തുന്നത് കൊണ്ടാണ്. താഴ്മയുള്ളവർക്ക് ദൈവം അധിക കൃപ കൊടുക്കുന്നു. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കുവാനായിട്ട് ഇടയാകരുത്. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു ലോർഡ്, ഐ ലവ് യു. ഇവിടെ തിരിച്ചറിയുക, ഗലാത്യ ലേഖനം 2:7 8 9 വായിച്ചേ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നു കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട്. ഇവിടെ പറയാണ്, പത്രോസിന് യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷം, പൗലോസിന് ജാതികളുടെ ഇടയിലുള്ള സുവിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഈ കൂട്ടർ എന്ത് അറിയാമോ? ഇത് ജനത്തിന് അറിഞ്ഞോളല്ലോ. സുവിശേഷം അങ്ങ് ഡിവൈഡ് ചെയ്തു. പത്രോസിന് ദൈവരാജ്യ സുവിശേഷം, പൗലോസിന് കൃപയുടെ സുവിശേഷം. പൊട്ടന്മാരായ മനുഷ്യർ, കുരുടന്മാരായ മനുഷ്യർ ആമേൻ വിഴുങ്ങി അതങ്ങോട്ട്. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതങ്ങ് വിഴുങ്ങി. എൻ്റെ മക്കളെ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാ ഞാൻ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. എനിക്ക് സെയിൽസ് ടീം ഉണ്ടാകുമ്പോൾ ആ സെയിൽസ് ടീമിന് ഞാൻ വിട്ടിരുന്നത് പലപ്പോഴും പല രീതിയിലാണ്. ഇതാ റാസൽ കൈമേൽ ഞാൻ സെയിൽസ് ടീമിൽ ചിലപ്പോൾ 3 ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 ഡിവൈഡ് ചെയ്യുക. ആ സെയിൽസ് ടീമിനെ റാസൽ കൈമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ വേറൊരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ അപ്പുറം ഓൾഡ് റാസൽ കൈമ, ബ്രിഡ്ജിൻ്റെ ഇപ്പുറം ന്യൂ റാസൽ കൈമ, അൽ നക്കീൽ എന്ന പേര്. ഇപ്പോൾ ജസീറയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടീമിനെ ഡിവൈഡ് ചെയ്യും. ടീമിനെ ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് ഒരു ടീമിനെ ബ്രിഡ്ജിൻ്റെ അപ്പുറം വിടും, ഒരു ടീമിനെ ബ്രിഡ്ജിൻ്റെ ഇപ്പുറം വിടും. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഇപ്പുറം വിട്ടവർ വേറെ സാധനമല്ല വിൽക്കണേ, എല്ലാവരും ഒരു സാധനം തന്നെയാണ് കൊടുക്കണേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കൂട്ടരെ യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് അയച്ചു, ഒരു കൂട്ടരെ ജാതികളുടെ ഇടയിൽ അയച്ചു. രണ്ടുപേർക്ക് സുവിശേഷം ഒന്നാ. ഹല്ലേലൂയ. സുവിശേഷം വേറെ ഇല്ല, എല്ലാവർക്കും സുവിശേഷം ഒന്നാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ കുടുംബമായി, ദൈവമായി ഒരു കുടുംബമായി തീരുക. ഇതാണ് സുവിശേഷം. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് തകർക്കുവാനായിട്ട് ഇടയാകരുത്. ഇതാ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം. ഡിസൈപ്പിൾസിനോട്, ശിഷ്യന്മാർ 12 ശിഷ്യന്മാർക്ക് അവരെ അയച്ചപ്പോൾ യേശു അവരോട് എന്നാ പറഞ്ഞേ? വായിച്ചേ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. മതി. ഇനി ലൂക്കോസ് 9:1-2 വായിച്ചേ. അപ്പോൾ ഈ 12 ശിഷ്യന്മാരോടും പറയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുക. അതിന് യാതൊരു മാറ്റമില്ല. വായിച്ചേ. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. അപ്പൊ എന്താ പ്രസംഗിക്കേണ്ട? 12 പേരും ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. ഇനി പൗലോസിന്റെ കൃപയുടെ സുവിശേഷം പറഞ്ഞ് മാറ്റുകയാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പൗലോസും പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം തന്നെയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ തിരിച്ചറിയുക. പൗലോസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:25. പൗലോസ് ജാതികളോട് എന്നാ സുവിശേഷം അറിയിക്കണേ? വായിച്ചേ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എഫെസസിലെ സഭയിലെ മൂപ്പന്മാരോടാണ് പറയുന്നത്. ജാതീയ മെജോറിറ്റിയുള്ള സഭയിലെ മൂപ്പന്മാരോടാണ് പറയുന്നത്, ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ അറിയിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. ഈ ദൈവരാജ്യം തന്നെയല്ലേ ശിഷ്യന്മാർ 12 പ്രസംഗിക്കാൻ പറഞ്ഞേ? അത് തന്നെയല്ലേ പൗലോസ് ജാതികളെ അറിയിക്കുന്നേ? ഹല്ലേലൂയ. ഇനി പൗലോസിന് എങ്ങനെയാണ് കിട്ടിയത് ഈ സുവിശേഷം? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അവിടെ വളരെ വ്യക്തതയോടെ ഗലാത്യ ലേഖനം 1:12 പറയുന്നത്, ഞാനിത് മനുഷ്യരോട് പ്രാപിച്ചതല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനല്ല എനിക്കിത് കിട്ടിയത്. മറ്റതെല്ലാം ശിഷ്യന്മാരോട് നേരിട്ട് ക്രിസ്തു പറഞ്ഞതാണെങ്കിൽ ഇവിടെ യേശുക്രിസ്തു പൗലോസിനോട് വെളിപ്പാടിനെ കൊടുത്തതാണ്. വായിക്കേ. 1:12.
അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പൊ എനിക്കിത് കിട്ടിയത് എങ്ങനെയാ? പൗലോസ് ഇത് കിട്ടിയത് എങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് ഇത് പ്രാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി അവസാനം 28-30 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, താൻ കൂലിക്കെടുത്ത വീട്ടില് 2 സംവത്സരം പാർത്ത് വിഘനം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കാരണം തന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത് അതാണ്. ദൈവരാജ്യം പ്രസംഗിച്ചു, എന്നിട്ട് രക്ഷയുടെ സുവിശേഷമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചു പോന്നു. അതാണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ പ്രാരംഭം, സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ്. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് തുടങ്ങണം. ഹല്ലേലൂയ. വായിക്കേ 28-30. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ ആരോടാ പറയണേ? ആരോടാ പറയുന്നേ? പൗലോസ് ആരോടാ പറയണേ? ജാതികളോടല്ലേ. എന്താ പറയണേ? ദൈവരാജ്യം അല്ലേ? പൗലോസ് പറയുന്ന ജാതികളോടാണ് പറയുന്നത്. ദൈവം ഈ രക്ഷ ജാതിക്ക് അയച്ചിരിക്കും, ജാതികൾക്ക് അയച്ചിരിക്കും. താഴെ അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും. എന്നെ പ്രസംഗിച്ചു? ദൈവരാജ്യം പ്രസംഗിച്ചു. ഇതാണ് കൃപയുടെ സുവിശേഷം. മനസ്സിലായോ? ഈ ദൈവരാജ്യം പ്രസംഗിച്ചു. ഇതാണ് ശിഷ്യന്മാർ 12 പേരും പ്രസംഗിച്ചത്. ഇത് തന്നെയാണ് പൗലോസ് ജാതികളോടും പ്രസംഗിച്ചത്. ദൈവരാജ്യം പ്രസംഗിച്ചു, എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഇതാണ് രക്ഷയുടെ സുവിശേഷം, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദൈവരാജ്യ സുവിശേഷം ആസ് എ ഹോൾ. നിങ്ങൾ ദൈവത്തിന്റെ ഭവനമായി തീരണം, ദൈവവുമായി ഒന്നായി തീരണം. അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ക്രിസ്തുവിൽ, കാൽവരി കുരിശിലെ യാഗത്തിൽ. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി. ആ യേശുവിലൂടെ നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷ സൗജന്യമായി നിങ്ങളെ പാസ്സാക്കിയിരിക്കുന്നു. അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കിട്ടിയിരിക്കുക. സംഭവം ക്ലിയറായോ? ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളാണ്. ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ വേറെ വേറെ പേരുകളാണ്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി ഇത് നിങ്ങൾക്ക് ഗലീല തടാകവുമായി ഇസ്രായേൽ ദേശത്തിൻ്റെ അതുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഉറപ്പാകും. ഒരു ഭൗതിക കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറേ ഉറപ്പാകാനായിട്ട് ഇടയാവും. ഓ ഫാദർ വി താങ്ക് യു ലോർഡ്, ഐ ലവ് യു ഡാഡ്, ഐ ലവ് യു ഫാദർ വി താങ്ക് യു. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ഇസ്രായേൽ ദേശം. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമ്മുടെ കേരളം പോലെ 3 ഡിവിഷനായത്. പണ്ട് നമ്മുടെ കേരളം 3 ഡിവിഷനാണ്: കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ. ഇതേപോലെ അന്ന് അവിടെ 3 ഡിവിഷനുകളാണ്. ഒന്ന് ഗലീലി, സമരിയ, ജുദിയ. 3 ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. ഇനി ഇതിൽ ഗലീല കണ്ടോ? ഈ ഗലീലി ഭാഗത്താണ് ഈ കാണുന്ന കൊച്ചു കുളം പോലെ കണ്ടോരണം. ഇതാണ് ഈ കടലെന്ന് പറയുന്നത്, ഗലീല കടൽ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു കടലൊന്നും അല്ല, ചുമ്മാ ഒരു പേരിട്ടിരിക്കുക കടലെന്ന്. അതൊരു ലേക്കാണ്. ഇനി ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ പേരിലാണ് ആ തടാകം അറിയപ്പെടുന്നത്. ഓരോ കരക്കാരും പറയും ഇത് ഞങ്ങളുടെ തടാകം. അവരുടെ പേരിട്ട് അവരുടെ പേര്, ആ തടാകത്തിന് അവരുടെ പേരങ്ങിടും. ഇതാണ് രംഗം. അപ്പോൾ നമുക്കിനി തടാകത്തെ വലുതാക്കാം. ഈ തടാകം മാത്രം നമുക്ക് നോക്കാം. ഈ തടാകം മാത്രം നോക്കുമ്പോൾ ഇതാണ് ആ തടാകം മാത്രം. ഈ തടാകം നോക്കുമ്പോൾ ഇന്നത്തെ ഗോസ്പൽ പോലെ നമുക്കിത് കാണാൻ പറ്റും. ആകപ്പാടെ ഇതിൻ്റെ യഥാർത്ഥ പേര് ആ പ്രൊവിൻസുമായി ബന്ധപ്പെട്ട്, ആ പ്രൊവിൻസിൻ്റെ പേരാണ് ഗലീലി. ഗലീലി തടാകം അല്ലെങ്കിൽ സീ ഓഫ് ഗലീലി നിങ്ങളുടെ ബൈബിളിൽ കാണാൻ പറ്റും. പല പല പേരുകളില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇത് പലതാണെന്ന് അല്ല, എല്ലാം കൂടി ഒന്ന് തന്നെയാണ്, ഒറ്റ സംഭവമുള്ളൂ. ദ സീ ഓഫ് ഗലീലി എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പേര്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-18 വാക്യം. അവൻ ഗലീലി കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എവിടെ നടക്കുമ്പോൾ? ഗലീലി കടൽപ്പുറത്ത് നടക്കുന്നു. മനസ്സിലായോ? ഇനി ഒന്നും കൂടി വായിച്ചേ, അതിൻ്റെ 15-29. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. ഗലീല കടൽ മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ കടലിൻ്റെ പേരങ്ങ് മാറാൻ പോവാണ്, തിബരിയാസ് ആകാൻ പോവാണ്. കാരണം തിബരിയാസിൻ്റെ തീരത്താണ്. വായിച്ച് യോഹന്നാൻ സുവിശേഷം 21:1. അതിൻ്റെ ശേഷം യേശു പിന്നെയും
തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തിബിരിയാസ് കടൽക്കര, കാരണം ആ സ്ഥലം തിബിരിയാസിന്റെ ഷോറാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എത്തിയപ്പോൾ അതിന്റെ പേര് മാറി തിബിരിയാസ് കടൽ എന്നായി. എൻ്റെ ഒപ്പത്തിന് മക്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത വചനത്തിലൂടെ സമ്മതിപ്പിക്കാം. ഇത് രണ്ടുപേരും കൂടെ ഒന്നിലേക്ക് കൊണ്ടുവരികയാണ്. വായിക്കേ, അതിൻ്റെ 6:1 വായിച്ചേ. യോഹന്നാൻ 6:1. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. മനസ്സിലായോ? രണ്ടും കൂടി ഒന്നായി. തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. രണ്ടും കൂടി ഒന്നല്ലേ? ഇതിനൊക്കെ വെട്ടിമുറിച്ച് പഠിപ്പിച്ച് ആരെ പഠിപ്പിക്കാൻ പറ്റും? അറിവില്ലാത്തവനെ പഠിപ്പിക്കാൻ പറ്റും, കണ്ടവനെ പഠിപ്പിക്കാൻ പറ്റില്ല, ചതിക്കാനും പറ്റത്തില്ല. യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ തൊട്ടു നോക്കിയത്, ഞങ്ങൾ സ്പർശിച്ചു നോക്കിയത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ സ്പർശിച്ചത്, അതിനെ പറ്റിക്കാൻ ഒരാൾക്കും പറ്റുകയില്ല. ഫിസിക്കലി മാത്രമല്ല, സ്പിരിച്വലി നാം ടച്ച് ചെയ്യണം. കാരണം നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക. ആരും നമ്മളെ ചതിക്കരുത്. ഇനി അതിൻ്റെ പേര്, അടുത്ത പേര് ഇതാ. നിങ്ങൾക്ക് നോക്കിയേ, ഇതിൻ്റെ കരകൾ നോക്കിയേ. ഇത് തിബിരിയാസിൻ്റെ കരയിൽ വെച്ച്, ഇവിടെ തിബിരിയാസ് എഴുതിക്കണുണ്ടോ? തിബിരിയാസിൻ്റെ കരയിൽ വെച്ച് ആണ് തിബിരിയാസ് കടൽ. ഇനി ഗന്നസരത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ പേര് മാറി, ഗന്നസരത്ത് തടാകം. മനസ്സിലായോ? ഗന്നസരത്ത് തടാകം. വായിച്ചേ, ലൂക്കോസ് 5:1. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ. മനസ്സിലായോ? ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ. ഇപ്പൊ എത്ര തടാകങ്ങൾ നിങ്ങൾ കണ്ടു? ഗലീല തടാകം കണ്ടു, തിബിരിയാസ് തടാകം കണ്ടു, ഗന്നസരത്ത് കണ്ടു. ഇത് നിങ്ങൾക്ക് സുന്ദരമായിട്ട് 3 സഭ ഉണ്ടാക്കാം. 3 സഭ ഉണ്ടാക്കാം. ബൈബിളിലെ വചനോടോ ഞങ്ങൾ പറയണേ എന്ന് പറഞ്ഞ് 3 സഭ ഉണ്ടാക്കാം. ഹല്ലേലൂയ. ഈ ജനത്തെ പറ്റിക്കുകയും ചെയ്യാം. കൃപയുടെ സുവിശേഷം വേറെയാണോ? ദൈവരാജ്യ സുവിശേഷം വേറെയാണോ? ഇതാ യേശുവിൻ്റെ സുവിശേഷം വേറെയാണോ? രക്ഷയുടെ സുവിശേഷം വേറെയാണോ? ജനത്തെ ചതിക്കുന്നവർ, ഈ ചതിക്കപ്പെട്ടിട്ട് അവിടെ കിടന്നുകൊണ്ട് ഞാഞ്ഞാ പാടി ഇരിക്കുന്നല്ലാതെ ഇത് നിങ്ങളൊരെണ്ണം പുറത്തേക്ക് ചോദിക്കാനോ ഇതനുസരിച്ച് മാനസാന്തരപ്പെടാനോ നല്ലൊരു പങ്കും തയ്യാറേ അല്ല. നരകത്തിൽ പോകാൻ തന്നെ കിടക്കുക. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇതെല്ലാം ഇപ്പോഴത്തെ പേരുകളാട്ടോ. ഇനി ഇതിൻ്റെ പഴയ ഉടമ്പടി പുസ്തകത്തിലെ പേര് ഇതൊന്നുമല്ല. ആ പഴയ ഉടമ്പടി പുസ്തകത്തിലെ പേരെന്ന് പറയുന്നത് ദാ കിന്നരത്ത് തടാകം അല്ലെങ്കിൽ ചിന്നരത്ത് തടാകം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പഴയ ഉടമ്പടി പുസ്തകത്തിലെ പേര്. ഇതാണ് വേറെ പേര്. ഇതാ സംഖ്യാപുസ്തകം 34:11 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വായിക്കേ. ശേഖാം തുടങ്ങി ആ അതിർ അയിന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങി ചെന്നിട്ട് കിന്നരത്ത് കടലിന്റെ കിഴക്കേക്കര തൊട്ടിരിക്കുക. കിന്നരത്ത് കടല് അതിൻ്റെ കിഴക്ക് ഭാഗം മുതൽ കിന്നരത്ത് കടല്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു ഒരുപക്ഷെ ഈ ഗന്നസരത്തിൻ്റെ പഴയ പേരായിരിക്കും കിന്നരത്തെന്ന്. ഒരു പക്ഷേ ആയിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ പഴയ ഉടമ്പടി പുസ്തകത്തിൽ കിന്നരത്ത് തടാകം, പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഗലീല തടാകം, തിബിരിയാസ് തടാകം, ഗന്നസരത്ത് തടാകം എല്ലാം ഒന്ന് തന്നെ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിളിൽ സുവിശേഷം യേശു പറഞ്ഞപ്പോൾ അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വേറെ എന്നല്ല. ഹല്ലേലൂയ. അത് സ്വർഗീയ പിതാവ് ഏൽപ്പിച്ചത് കൊണ്ട് അത് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വേറെ എന്നല്ല. യേശു ക്രിസ്തു പ്രസംഗിച്ചു, അത് അവസാനം ഞാൻ നിങ്ങളെ ദൈവ കുടുംബം അവകാശമാക്കുകയും ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഭരണം ഏറ്റെടുക്കുന്നത് കൊണ്ട് അത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നു. കാരണം ദൈവമാണ് അവിടുത്തെ പരമാധികാരി. ഹല്ലേലൂയ. അധികാരത്തിന് കീഴിൽ വേണം നമ്മൾ നിൽക്കാൻ. ധൂർത്തപുത്രൻ തിരികെ വന്ന അപ്പൻ്റെ കീഴിൽ നിന്നതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു. അത് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നത് കൊണ്ടാണ് അതിന് കൃപയുടെ സുവിശേഷം എന്ന് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ അസാധ്യമായത്, ജഡത്തെ കീഴടക്കാൻ നമുക്ക് പറ്റത്തില്ല, എന്നാൽ ദൈവം തൻ്റെ ആത്മാവിനാൽ ജഡത്തെ കീഴടക്കാൻ നമ്മളെ സഹായിക്കുന്നു. മനസ്സിലായോ? രക്ഷിക്കപ്പെടാൻ നമുക്ക് കഴിയത്തില്ല. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി യാഗമാക്കി നമ്മളെ സൗജന്യമായി രക്ഷിച്ചു. കൃപയുടെ സുവിശേഷം എല്ലാം കൃപ കൃപ കൃപ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സൗജന്യമായി കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. തുടർന്ന് നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ആത്മാവിൻ്റെതായ ശക്തി നമ്മളിലേക്ക് കടന്നു വരികയും ഈ ജഡത്തെ തോൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ, ഇതൊന്നും നാം മറക്കരുത്. രക്ഷയുടെ സുവിശേഷം അത് സൗജന്യമാണ്. അത് യേശുക്രിസ്തു കാൽവരിയെക്കുറിച്ച് നമുക്ക് വേണ്ടി ചെയ്തതാണ്. അത് കൃപയുടെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാം സുവിശേഷം ഒന്നേ ഉള്ളൂ,
അതാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് അയച്ച് യേശു ക്രിസ്തു ഭൂമിയിൽ പ്രസംഗിച്ച പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവിനെന്ന് പറഞ്ഞ് ആ യേശു പ്രസംഗിച്ച ആ സുവിശേഷമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അത് മാത്രമേ ഉള്ളൂ സുവിശേഷം. ബാക്കി എല്ലാ നല്ല വിശേഷങ്ങളും സുവിശേഷങ്ങളും അതിൻ്റെ ഉള്ളിലുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പല പേരുകൾ അറിയപ്പെടുന്നേ ഉള്ളൂ. ആരും ഏതു വിധേനയും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ചതിക്കരുത്. ഈ നാളുകളിൽ നാം വീണ്ടും ജനിച്ചു. ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിനായി അവിടെ എത്തണം. വീണ്ടും ജനിച്ചതുകൊണ്ട് അവിടെ എത്തത്തില്ല. അതൊരു എൻട്രൻസ് പരീക്ഷ മാത്രം പാസ്സായതിന് തുല്യമാണ്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചത് നാം അവകാശം പ്രാപിക്കാനാണ്. വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് കൊടുക്കണം? അന്ന് കൊടുത്തേ. എല്ലാവരും ക്രെഡിറ്റും ദൈവത്തിന് കൊടുത്തേ, മഹത്വം ദൈവത്തിന് കൊടുത്തേ, മഹത്വം ദൈവത്തിന് കൊടുത്തേ. ഹല്ലേലൂയ. യു ആർ പേയിങ്. താങ്ക് യു അപ്പാ, താങ്ക് യു. ഹല്ലേലൂയ. എൻ്റെ ഡ്യൂട്ടി അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ദിവസം എഴുന്നേക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ലവ് യു ഡാഡ്, ലവ് യു. ഹല്ലേലൂയ. താങ്ക് യു ഡാഡി. ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് ഈ കാലങ്ങളൊക്കെയും മറഞ്ഞു കിടന്ന ഈ സത്യം, എനിക്ക് അറിവില്ലാത്തത് കൊണ്ട്, ഞാൻ കുരുടനായതുകൊണ്ട് എന്നെ പിശാച് പറ്റിക്കുകയായിരുന്നു. ആ സുവിശേഷം വേറെ, ഈ സുവിശേഷം വേറെ ഇല്ല. ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളുമായി ഒന്നായിത്തീരുക. അപ്പനുമായി ക്രിസ്തുവിലൂടെ ഒന്നായിത്തീരുക. ആ സുവിശേഷത്തിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവസാനം നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി, ദൈവത്തിൻ്റെ അവകാശികളായി, ഒരു കുടുംബമായി, ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ ക്ലാസ്സായി നാം തീരുകയാണ്. ഈ കാലമത്രയും പിശാച് ഇത് മറച്ചു വെച്ചു. ഇത് വെളിപ്പെട്ടു വരുമ്പോൾ അവനും അവൻ്റെ ആളുകളും കൂടെ പിടയ്ക്കുകയാണ്. എത്ര പിടച്ചിട്ടും കാര്യമില്ല. മത്തായി 24:14 നടന്നിരിക്കും. അത് ദൈവത്തിൻ്റെ വചനമാ. ദൈവം പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. ദൈവം അത് ചെയ്യുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ നല്ല നാഥ, ഇതിനൊന്നും യാതൊരു അർഹതയും ഞങ്ങൾക്കില്ലപ്പാ. അങ്ങയുടെ കരുണയാ, അങ്ങയുടെ കരുതല. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ മഹാസ്നേഹം, അങ്ങും അങ്ങയുടെ ഏകജാതനായ ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ ആ ക്രിസ്തുവിലൂടെ അങ്ങുമായി ഞങ്ങളെ ഒന്നാക്കുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ദൈവത്തിൻ്റെ വംശത്തിലേക്ക് ക്രിസ്തുവിലൂടെ അങ്ങയുടെ വംശത്തിലേക്ക് ഞങ്ങളെയും ചേർത്തതിനായി, മക്കളായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി, അനുസരണം കേട്ട ഞങ്ങളെ അനുസരണമുള്ളവരാക്കി ധൂർത്തപുത്രൻ മടങ്ങി ആ എത്തിയതുപോലെ ഞങ്ങളെയും എത്തിക്കുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദി. പ്രിയ നല്ല പിതാവ്, ഈ ശുശ്രൂഷയെ എതിർക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അവർക്കിത് മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരം ലഭിച്ചവർക്ക് മാത്രമല്ലോ അപ്പോൾ ഇത് മനസ്സിലാവുകയുള്ളൂ. അവർക്ക് വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, കേട്ട മക്കൾ ഇത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് അവരുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികളിൽ കൊണ്ടുവരുവാൻ, അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ അങ്ങയുടെ മക്കളെയും അങ്ങയുടെ ദാസന്മാരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ നിത്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായി തീരട്ടെ. സർവ്വമഹത്വങ്ങൾ അങ്ങേക്ക് തരികയാണ്. പ്രിയ നല്ല പിതാവേ, ഇപ്പോൾ ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ഈ ഹോളിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടേതായ ദുരന്തങ്ങളും ദുരിതങ്ങളും അങ്ങ് കാണുന്നു. ശത്രു പലപ്പോഴും ഞങ്ങൾ വിതച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വേട്ടയാടുന്നത് അങ്ങ് കാണുന്നു. രോഗങ്ങളാൽ, മറ്റു പ്രയാസങ്ങളാൽ, മറ്റു ഭൗതിക ബുദ്ധിമുട്ടുകളാൽ, കുടുംബത്തിലെ വിഷയങ്ങളാൽ എല്ലാം പലപ്പോഴും ശത്രു ജീവിതത്തെ പലരുടെയും ദുരന്തമാക്കുന്ന ആ അവസ്ഥയിൽ എൻ്റെ അപ്പ അങ്ങയുടെ കരം തേടി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉൾത്തളങ്ങളിൽ അങ്ങയെ എവിടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഈ മക്കളെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ദൈവത്തെ വേദനിപ്പിച്ച ഏതെങ്കിലും അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരികയാണ്.
ആ ഭാഗം ദൈവവുമായിട്ട് കാര്യങ്ങളെ ക്ലിയർ ചെയ്താട്ടെ. ദൈവവുമായിട്ട് സപ്പോർട്ടില്ലാതെ വേറെ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവവുമായിട്ട് സപ്പോർട്ടില്ല. പാപം ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് മാനസാന്തരപ്പെട്ടൊന്ന് കടന്നു വരുവാൻ ഏവരെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമാധാനം അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ഇടയാകും. രോഗസൗഖ്യം നിങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയാകും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഈ സമയം ഏതെങ്കിലും പാപങ്ങൾ, ഏതെങ്കിലും രോഗങ്ങൾ, അരുതാത്തത് വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് കൈകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് അരുതാത്തത് കൈകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, കാല് അരുതാത്തടത്തേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കടന്നു പോവാ. ദൈവത്തിൻ്റെ സാന്നിധ്യം, പാപികളുടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നുമക്കളെ. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കുക. ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് നീ വേർപെട്ട ദൈവസന്നിധിയിൽ എത്തുമോ? ആ അത്താഴം നാം കഴിക്കുമോ? ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗ്ഗരാജ്യത്തിലെ അത്താഴത്തിൻ്റെ ഒരു നിഴലും കൂടെയാണ്. പലപ്പോഴും പലരും തിരുവത്താഴ ശുശ്രൂഷ വിട്ടുമാറുമ്പോൾ, പ്രിയ സഹോദര, മനസ്സിലാക്കിക്കോ, നിന്റെ മരണം ഇന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗ്ഗരാജ്യത്തിൽ അത്താഴം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നഷ്ടമാകുമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്റെ പാപങ്ങളെ വിട്ടുപിരിഞ്ഞ്, പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ പാപങ്ങളെ വിട്ടുപിരിഞ്ഞ് ഹല്ലേലൂയ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ കൈകളുടെ അധ്വാന ഫലം വേറൊരാൾ തിന്നുന്നത് എന്തിനാ? നിന്റെ കൈകളുടെ അധ്വാന ഫലം ഡോക്ടർ തിന്നുന്നത് എന്തിനാ? നിന്റെ കൈകളുടെ അധ്വാന ഫലം വക്കീലിന് കൊടുക്കുന്നത് എന്തിനാ? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം അവനവനത്തിനെ ശുദ്ധീകരിപ്പാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് മനുഷ്യരുടെ കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷിയിലേക്ക് കടന്നു വരുക. ഈ ശബ്ദ കാഴ്ചവർദ്ധിയുള്ള എല്ലാ മക്കളും, ഈ ഹോളിലുള്ള എല്ലാ മക്കളും ദൈവകരങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനസാന്തരത്തോടെ പാപങ്ങളെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ശുഭം വരുമെന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു. രോഗികളായിരിക്കുന്നു, രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സൗഖ്യം, ഇപ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ വേദനയുള്ള രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള, സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സൗഖ്യം കൽപ്പിക്കുന്നു. ആ ശരീരാത്മതകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അതിന്റെ പുറകിലുള്ള പിശാചിന്റെ എല്ലാ കൈകളും പരിപൂർണ സൗഖ്യം മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കട്ടെ. ദൈവിക ഐശ്വര്യം കാക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഹൃദയത്തിന്റെ ഉള്ളിലെ ആ പിരിമുറുക്കം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവഭക്തരെ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ തൈകളെ പോലെ മാറാത്ത വചനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. അതിനായി മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിത്യം നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രിയ പിതാവേ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി. വരുന്ന ജൂൺ മാസം 2-ാം തീയതിയിലുള്ള റിട്രീറ്റ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തെക്കുന്നും കിഴക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും ജനത്തെ കൊണ്ടുവരിക. നന്ദി. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരിക. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞേ. താങ്ക് യു അപ്പാ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളേവരെയും ഇതാ ജൂൺ മാസം 2-ാം തീയതിയുള്ള റിട്രീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. അനേകർ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇതാ നരകം നമുക്ക് എംപ്റ്റി ചെയ്ത് സ്വർഗ്ഗം നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരാം. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.